ഫ്ലാഷ് ബാക്ക്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ പോസ്റ്റിൽ തെലുങ്കന്മാരൊക്കെ ഇടുന്നുണ്ട്. അതായത് മറ്റേ ലോകേഷ് കനകര അതിനോട് റിക്വസ്റ്റ് ചെയ്യുന്നത്, അതായത് കൂലി മാറ്റി വെക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വാർ 2 കൂടെ ഇറക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ വാർ 2 ഇതിന്റെ കൂട്ടത്തിൽ കാര്യമില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇത് ഡെഫിനറ്റ്ലി ഇത് സ്കോർ ചെയ്യും എന്ന് ഉറപ്പാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വ്യസന സമേതം 2 കാര്യങ്ങൾ പറയാനാണ്. അതായത് ഞങ്ങൾ ഇന്ന് 2 സിനിമകൾ ബാക്ക് ടു ബാക്ക് കണ്ടു. ഭാഗ്യത്തിന് 2 ഇറങ്ങിയുള്ളൂ. അതെ, 2 ഇറങ്ങിയുള്ളൂ. വളരെയധികം ഹൈപ്പോടെ വന്ന കൂലിയും പിന്നെ അത്ര വലിയ ഹൈപ്പൊന്നും ഇല്ലാതെ വന്ന വാർ 2. ഇവിടെ സോ നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയണം. ആക്ച്വലി നമ്മളിതൊരു റിവ്യൂ എന്ന് എടുക്കാൻ പറ്റത്തില്ല. ഇതൊരു റാൻഡാണ്, ഒരു ഡിസ്കഷൻ പ്ലസ് റാൻഡ്. അതായത് എനിക്കധികം സംസാരിക്കാനുള്ളത് കൂലിയെ പറ്റിയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വാറിനെ പറ്റിയും നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. പിന്നെ ഇത് ഞങ്ങൾക്ക് 2 പേർക്കും സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്ത ഞങ്ങളുടെ ഒപ്പീനിയനാണ്. സിനിമ നിങ്ങൾ പോയി കണ്ടതിന് ശേഷം മാത്രം വന്ന് വീഡിയോ കാണുക. കാരണം ഇതിനകത്ത് സ്പോയിലേഴ്സ് ഉണ്ടാവും. സോ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ പോയി കണ്ടിട്ട് വരിക. നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ സിനിമയെ നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഈ വാച്ചിങ്ങിൽ ഇപ്പോൾ ഫസ്റ്റ് ഡേ വാച്ചിങ്ങിൽ നമുക്കുണ്ടായ അനുഭവം അതുപോലെ തന്നെ ഈ എന്താ പറയുക, നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്നത് കൂടുതലും ഫിലിം മേക്കിങ്ങിനെ പറ്റിയാണ്. അതായത് ഇപ്പം നമ്മളൊരു താരത്തിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരാളിൽ നിന്ന് ഊന്നി നിൽക്കാതെ ഒരാളിൽ ഊന്നി നിൽക്കില്ലെന്നല്ല, നമ്മൾ മെയിൻലി പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ 2 പടങ്ങളും താരങ്ങളെ കുറിച്ചായതുകൊണ്ട്. അതെ, നമുക്ക് താരങ്ങളെ മാറ്റി നിർത്താം. താരങ്ങളല്ല നമ്മുടെ സംഭവം. നമുക്ക് സിനിമയുടെ ടോട്ടാലിറ്റിയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് തലൈവറുടെ 50 വർഷമായി സിനിമ. കൂലി പവർ ഹൗസ്. പവർ തീരെ ഇല്ലാത്ത ഒരു ഹൗസായിപ്പോയി. നമ്മുടെ പവറും കൂടെ ഇല്ലാതെ. ബേസിക്കലി ഞാൻ ലോകേഷ് കനകരാജ് എന്ന് പറഞ്ഞ ഒരൊറ്റ വ്യക്തിയിലാണ് ഈ സിനിമ കാണാനുള്ള എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം. കാര്യം തമിഴ് സിനിമയിൽ സൂപ്പർ താരങ്ങളെ അവതരിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു രീതിയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അവരുടെ എന്താ പറയുക, അവർ അധികം ചെയ്യാത്ത, അല്ല അവരെ കൊണ്ട് കുറച്ചുകൂടെ ഒന്ന് പുഷ് ചെയ്ത് അവരെ കൊണ്ട് പല കാര്യങ്ങളും കുറച്ചുകൂടെ ഗ്രൗണ്ടഡ് ആക്കി ഇവരെ അവതരിപ്പിക്കാൻ ശ്രമിച്ച ഒരു ഡയറക്ടറാണ് ലോകേഷ്. സോ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ പ്രീവിയസ് ആയിട്ടുള്ള ഫിലിംസ് എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായിട്ടുള്ള സിനിമകളാണ്. പുള്ളിയുടെ ഈ ഫിലിമോഗ്രാഫി എടുത്താൽ തന്നെ കൂലി വരെയുള്ള എല്ലാ സിനിമകളും എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള പടമാണ്. ഈവൻ ലാസ്റ്റ് ഇറങ്ങിയ ലിയോയ്ക്ക് പറ്റി ഒരു ഭയങ്കര മിക്സ്ഡ് റെസ്പോൺസ് ആയിരുന്നു ഓവറോളെങ്കിലും അതിൻ്റെ ഈ സെക്കൻഡ് ഹാഫിലുള്ള ആ ഫ്ലാഷ് ബാക്ക് സീക്വൻസിനെ ഒഴിച്ചു നിർത്തിയാലും എനിക്ക് ആ സിനിമ ഭയങ്കര റിപ്പീറ്റായിട്ട് കണ്ടതും എനിക്കത് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ടതായിട്ടൊരു സിനിമയാണ്. ഇവിടെ കൂലിയിലേക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. അതായത് ലോകേഷ് കനകരാജിൻ്റെ ഒരു സിനിമ കാണാൻ വന്ന ഞാൻ 100% നിരാശപ്പെട്ടിരിക്കുകയാണ്, ഡിസപ്പോയിൻറ്റഡ്. അതായത് എനിക്ക് പടം തുടങ്ങി ആദ്യത്തെ സീൻ നടക്കുമ്പോൾ പോലും ഞാനിങ്ങനെ മനസ്സിൽ ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം എനിക്കിത് കണ്ടാൽ മതി, സിനിമ ഒന്ന് കണ്ടാൽ മതി. അങ്ങനെ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സിനിമയുടെ ഫസ്റ്റ് ഇനീഷ്യൽ ആ ടൈറ്റിൽ ടീസർ മുതൽ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യും. ഇത് കാരണം നമുക്ക് പുള്ളി എന്താണ് രജനീകാന്ത് വെച്ച് ചെയ്യുന്നത് കാണണം. കാരണം രജനീകാന്തിനെ ഉപയോഗിക്കുന്ന പല ഡയറക്ടേഴ്സും അവരെങ്ങനെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു ഏകദേശ ധാരണ ഉണ്ടാവും, എങ്ങനെയായിരിക്കും ഇവരുടെ പടം. പക്ഷേ ലോകേഷ് കനകരെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നത് കാണാനുള്ളൊരു ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ പുള്ളിയുടെ ഫിലിം മേക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പുള്ളിയുടെ ആ വേൾഡ്, പുള്ളി ഗ്യാങ്സ്റ്റേഴ്സ്, തോക്ക്, വെടി, പടക്കം, അതൊക്കെ എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള പരിപാടിയാണ്. തുടക്കം മുതൽ തന്നെ എന്തോ ഒരു കാര്യം ഭയങ്കര ഓഫാണ് അല്ലേ, ആ ഓഫായിട്ട് ഇങ്ങനെ വെക്കൊണ്ടിരിക്കുന്നത്. ഒരു പോയിന്റിൽ സിനിമ മുമ്പോട്ട് ഇങ്ങനെ കയറാത്ത പോലെ ഒരു ഫീലാണ്. ഞാൻ ഈ പറയുന്ന പോലെ തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പൊതുവെ പടം കാണുമ്പോൾ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ അതിങ്ങനെ ഒരു സാധനം ഇങ്ങനെ അടിച്ചിടാം. നോട്ട് ദി പോയിന്റ് നോട്ട് ചെയ്തു. ടൈറ്റിലിങ്ങിന് മുമ്പ് തന്നെ ഒരു ചെറിയ സീക്വൻസിൽ തന്നെ എന്തോ ഒന്ന് എന്താ പറയുക, എന്തോ ഒന്ന് ഓഫാണ് ഈ പറയുന്നത്. എന്തോ ഒന്ന് ശരി, ഇത് ഇങ്ങനെ അല്ലല്ലോ വരേണ്ടത് എന്നൊരു ഫീലിംഗ് സ്റ്റാർട്ടിങ് പടം തുടങ്ങി കുറച്ചായപ്പോൾ തന്നെ ഇങ്ങനെ തോന്നുമ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി എന്തോ ഒന്ന് ഓഫാണ്. അതിപ്പോൾ ഈ ടൈറ്റിലിംഗ് സീക്വൻസ് ഉൾപ്പെടെ ഈ സീനിൽ നിന്ന് ഇടയ്ക്ക് ഇങ്ങനെ ടൈറ്റിൽ കട്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ഞാനത് കണ്ടപ്പോൾ വിചാരിച്ചത് ഇവർ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, എഡിറ്റർ, മ്യൂസിക് ഡയറക്ടർ, റൈറ്റർ, അങ്ങനെ ഓരോരുത്തരുടെ പേര് വരുമ്പോൾ സ്പെഷ്യലി മെൻഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ സീനിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ടൈറ്റിൽ കാണിക്കുന്നു എന്നുള്ളൊരു ലൈനിലാണ് ഞാൻ ചിന്തിച്ചത്. അവിടെ നമുക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെ അത് പ്ലേസ് ചെയ്യാൻ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. മൊത്തം പടത്തിനുള്ള ഈ ഇഷ്യൂ തന്നെയാണ് ഇതിൻ്റെ ഒരു ഫ്ലോ. പടത്തിൻ്റെ പ്രത്യേകിച്ച് എഡിറ്റിങ്ങിലുള്ള ഒരു ഫ്ലോ എന്തോ കുറച്ച് നമുക്ക് അങ്ങോട്ട്
നമുക്ക് പടത്തിലകത്ത് ഇൻവോൾവ് ചെയ്യാൻ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഫ്ലോ ആണ്. അതിപ്പോൾ ഈ സ്റ്റാർട്ടിങ് തൊട്ട് ഇങ്ങനെ ഈ ടൈറ്റിലിങ്ങിന് വേണ്ടി കട്ട് ചെയ്യുന്ന പോയിന്റ്സ് ആയാലും എന്തോ ഒന്ന് ഇതെന്താ ഇത് ഇങ്ങനെ എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു സ്റ്റാർട്ടിങ്. അതായത് സിനിമ നമ്മളിങ്ങനെ വിചാരിക്കുന്ന പോലെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകില്ല, ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് ഇങ്ങനെ നിൽക്കുക. അതായത് നമ്മൾ ഒരു കുറേ സീനുകൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിരിക്കുക. അപ്പൊ ഈ സീൻ കഴിഞ്ഞ് ഈ സീൻ പക്ഷേ ഈ ഒരു സീനിൽ നിന്ന് അടുത്ത സീനിലേക്കുള്ള ഒരു എന്താ കട്ട്, ആ പോയിന്റ് നമുക്ക് ഒട്ടും സ്മൂത്ത് അല്ല. അപ്പം നമുക്കത് കാണുമ്പോൾ ഇത് ആക്ച്വലി ഇത് അറിയണ്ട, ഒരു സിനിമ ആസ്വദിക്കുന്ന ആൾക്കാർക്ക് ഈ എഡിറ്റിങ്ങിനെ പറ്റി ഒന്നും അറിയണ്ട അത് മനസ്സിലാവാൻ. കാര്യം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതെന്താ ഇങ്ങനെ പോകുന്നതെന്ന് നമുക്ക് തോന്നും കണ്ടുകൊണ്ടിരിക്കുക. അത് നമ്മൾ സിനിമ കണ്ടിട്ടുള്ള ഒരുപാട് സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണല്ലോ, ആദ്യമായിട്ട് സിനിമ കാണുന്നതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും എന്തോ ഒന്ന് ഓഫ് ആയിരിക്കും ശരിയല്ല. അതായത് ഇപ്പൊ ഈ അത് ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഈ സിനിമ ഇങ്ങനെയല്ലോ, നമുക്ക് കുറച്ചുകൂടെ പവർ കിട്ടേണ്ടതാണല്ലോ ഇതിന് എന്നുള്ളൊരു തോന്നൽ എല്ലാ ആൾക്കാർക്കും ഈ പടം കാണുമ്പോൾ തോന്നും. ആ പവറാണ് നമുക്ക് ഭയങ്കരമായിട്ട് മിസ്സിംഗ് ആവുന്നത്. ലോകേഷിന്റെ പടത്തിലാണ് വിജയ്ക്ക് വേണ്ടി, മാസ്റ്ററിന് വേണ്ടിയില്ല, വിജയ്ക്ക് വേണ്ടി ഒരു സാധനം ചെയ്തില്ലേ വിജയുടെ കുറെ ക്യാരക്ടേഴ്സ് വെച്ചിട്ടുള്ള മറ്റേ ടൈറ്റിൽ സീൻ, അതുപോലെ സംഭവം ഇതിലാണ് ആദ്യമായിട്ട് വരുന്നത് രജനീകാന്തിന് വേണ്ടി. ചേട്ടാ ലോകേഷ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഐറ്റമാണ് ഈ ടൈറ്റിൽ മാസ്റ്റർ പവർ. അത് മാസ്റ്ററിനല്ല, അത് ഇതിനാ ചെയ്തത് ലിയോയുടെ ആ ടൈറ്റിൽ സീക്വൻസ് ഉണ്ട്, ആ സാധനം അതിനുശേഷം എല്ലാ നടന്മാർക്കും വേണ്ടി പലരും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഗോട്ടിൽ പോലും അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, വേറൊരു വേർഷൻ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ തലവർ 50 years ഓഫ് തലവർ എന്ന് പറഞ്ഞിട്ട് ഒരു സീക്വൻസ് അതുപോലെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. അതെ, അതൊക്കെ ബേസിക്കലി ഫാൻസിനുള്ള ഐറ്റമാണ്. അത് നമുക്ക് രസമാണ്, കാരണം ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യാൻ അനിരുദ്ധിൻ്റെ മ്യൂസിക് ഉള്ളത് കൊണ്ട് നമുക്ക് തിയേറ്ററിൽ അതൊരു രസമുണ്ട്. സിനിമ തുടങ്ങി കഴിയുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എനിക്കിത് എന്താണ് സിനിമ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് സിനിമയുടെ കഥ എന്താണെന്ന് അറിയാൻ ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം പടം കാണുമ്പോൾ കഥയായിരിക്കും ഫോളോ ചെയ്യുന്നത്. നമുക്ക് കഥ വർക്കാവുന്നില്ല, ഇല്ല കഥയിൽ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലേ നമ്മൾ ബാക്കിയുള്ള എല്ലാ എലമെന്റിനെ പറ്റി ശ്രദ്ധിക്കുന്നുള്ളൂ. ഈ സ്ക്രിപ്റ്റിന്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ്, അതായത് ഫസ്റ്റ് ഒരു സാധനം എഴുതിയപ്പോഴത്തേക്കും ഇത് പുള്ളിയുടെ തന്നെ പഴയ കഥകളുമായിട്ട് ഒരുപാട് സാമ്യം തോന്നിട്ട് പുള്ളി ഇതിന്റെ ഒരു എന്താ പറയുക ജംബിൾഡ് വേർഷൻ എഴുതിയിട്ട് പിന്നെ അത് മുമ്പോട്ട് പോയിട്ടില്ലാത്തൊരു. അതെ, അതായത് എഴുത്തിന് അധിക സമയം കിട്ടാത്ത പോലെ. അതായത് നമ്മളിപ്പോൾ ഒരു കഥ നമ്മുടെ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറേ പോയിന്റ്സ് ഉണ്ടാവും, ബീറ്റ്സ് എന്ന് പറയും നമ്മൾ. അപ്പോൾ ഓരോ ബീറ്റ്സ് നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ട് ഇതിനെല്ലാം കണക്ട് ചെയ്യുന്ന സീനുകൾ ഉണ്ടാക്കിയാണ് നമ്മളിതിങ്ങനെ പ്രോപ്പർ സ്ക്രീനിലേക്ക് മാറുന്നത്. അപ്പോൾ ഈ ബീറ്റ്സ് എഴുതി വെച്ചു, ഈ കണക്ഷൻ എന്നുള്ള പരിപാടിയൊന്നും അധികം പോകുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കിത് വായിച്ചു നോക്കുമ്പോൾ ഇത് ഈ പടത്തിൽ ഞാൻ കഴിഞ്ഞ പടത്തിൽ ചെയ്തിട്ടുണ്ടല്ലോ, ഇത് ഞാൻ വിക്രത്തിൽ ചെയ്ത സാധനമല്ലേ, ഇത് ഞാൻ കൈതിയിലുണ്ടല്ലോ, പുള്ളി അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സീൻ വേറൊരു ഇപ്പം ഇതിന് മുന്നേ വന്നിരുന്നെങ്കിൽ ഒരു പിന്നെ രജനീകാന്ത് വരുമ്പോഴത്തേക്ക് ഒരു ഹൈ വരും, അങ്ങനെ ആ ഒരു പോയിന്റിലേക്ക് എത്തിയില്ല സ്ക്രിപ്റ്റ്. ഇതിന്റെ ഹൈ പോയിന്റ്സ്, അതായത് ഈ സിനിമയിൽ ലിറ്ററലി എനിക്ക് 0 ഹൈ ആയിരുന്നു. അതായത് ഒരൊറ്റ സീനിൽ പോലും എനിക്കിത് കണ്ടിട്ട് ഇത് മതി, ഈ ഒരൊറ്റ സീൻ മതി, ഞാൻ അതുകൊണ്ട് ഓക്കെയാണ് എന്ന് പറയാനൊരു സാധനം പോലില്ല. അത് കാരണം തുടക്കം മുതൽ അവസാനം വരെ ഞാൻ ഇങ്ങനെ ഇരിക്കുക. കാരണം എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ഈ വർഷത്തെ എൻ്റെ ഏറ്റവും വലിയ, കാരണം ഇതിന് ശേഷം എനിക്കങ്ങനെ ഞാൻ ഇനി വെയിറ്റ് ചെയ്യുന്നത് ലോകേഷിൻ്റെ അടുത്ത സിനിമയ്ക്ക് വേണ്ടിയാണ്. കാരണം എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് വേറെ എനിക്ക് അത്ര എക്സൈറ്റിംഗ് ആയിട്ടൊന്നും തോന്നുന്നില്ല. കാര്യം ഇത് നമ്മളിങ്ങനെ ഒരാളെ നോക്കുമല്ലോ, ഈ ആൾ ഈ ഇൻഡസ്ട്രിയിലല്ല ഇവിടെ കുറച്ചധികം മാറ്റം കൊണ്ടുവരും, ഇങ്ങനെ കുറച്ച് സംഭവം ചെയ്യുന്നുള്ളൊരു ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അയാളെ വെയിറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അടുത്ത ഇടയ്ക്ക് വേറെ എനിക്ക് വലിയ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഒന്നും അങ്ങനെ വേറെ ഒന്നും ഇല്ല. വരുന്ന സാധനങ്ങൾ നമ്മളെല്ലാം കാണുന്നു എന്നുള്ളത്, പക്ഷേ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുമല്ലോ, ഇത് കാണണം എനിക്കെന്ന് തോന്നുന്ന അങ്ങനെ വെയിറ്റ് ചെയ്ത് ഒരു പടമായിരുന്നു കൂലി. പക്ഷേ അതുകൊണ്ടാണ് എനിക്കിത് ഭയങ്കരമായിട്ട് തീരെ വർക്കാതെ പോയത്. ഞാൻ അങ്ങനെ ലോകേഷ് ഫാൻ അല്ല, അതുകൊണ്ട് എനിക്ക് ഇത്രയും ഡിസപ്പോയിൻമെൻ്റ് ഇല്ല. എനിക്ക് പൊതുവേ ലോകേഷ് ഒരു ഡീസൻറ്റ് ഡയറക്ടറാണ്. അതായത് ഐഡിയ വൈസ്, ക്രാഫ്റ്റ് വൈസ് അല്ല, ഐഡിയ വൈസ് പുള്ളിയുടെ സിനിമകളിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പുതിയ സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആക്ടേഴ്സിനെ പുതിയ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക, അത് ഈ പടത്തിലുണ്ട്. ഇപ്പോൾ ടിപ്പിക്കൽ രജനീകാന്ത് പടത്തിലുള്ള രജനീകാന്ത് അല്ല ഈ സിനിമയ്ക്കകത്ത്. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ പുള്ളിയെ പ്ലേസ് ചെയ്തേക്കുന്നത് അത്ര ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത ഒരു സ്ക്രിപ്റ്റിലാണ്. ഈ സ്ക്രിപ്റ്റ് ഇനി ഒരു 2 സിറ്റിംഗ് കൂടെ കഴിഞ്ഞാൽ കുറച്ചുകൂടെ വാച്ചബിൾ ഒരു പടം ആവാനുള്ള 2 ഡ്രാഫ്റ്റ് കഴിഞ്ഞാൽ ഈ സിനിമയിൽ കുറെ സാധനങ്ങൾ കട്ട് ചെയ്ത് മാറ്റി കുറച്ചുകൂടെ അടിപൊളി പടമാക്കാൻ പറ്റുമായിരുന്നു. ട്രിം ചെയ്യാനുള്ള കുറേ സാധനം. ഇപ്പം നമുക്ക് ഈ സ്റ്റോറി ഇങ്ങനെ പടം കണ്ടിറങ്ങിയാലും ഈ സ്റ്റോറി ഇങ്ങനെ ഫോളോ ചെയ്യാനോ ഈ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്ത ആക്ടേഴ്സ്, അതായത് ഇപ്പോൾ വില്ലൻ്റെ ആണേലും നായകൻ്റെ ആണേലും ഒക്കെ ഈ മോട്ടീവ്സ് ഇല്ലേ, ഇതിങ്ങനെ മുങ്ങിപ്പോകുന്നുണ്ട്. ഇപ്പം രജനീകാന്ത് തുടക്കം തൊട്ട് ഇപ്പം വില്ലൻ്റെ കേന്ദ്രം ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നു, ഒരാവശ്യത്തിന് വേണ്ടി ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നു. അതിപ്പോൾ നമുക്ക് സ്പോയിൽ ഉണ്ടല്ലോ, പറയാമല്ലോ. അതായത് വില്ലൻ്റെ ഇതിനകത്തോട്ട് കയറുന്നു ഒരാവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പ്രേക്ഷകന് എല്ലാം അറിയാം.
ഇപ്പം ഇന്നയാളാണ് ഇന്ന ക്രൈം ചെയ്തത്, പക്ഷേ ഈ ഇതിനകത്തെ ക്യാരക്ടേഴ്സിന് ഇതൊന്നും അറിയത്തില്ല. അപ്പോൾ അത് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആണ്. ഈ ക്യാരക്ടേഴ്സ് അവിടെ എത്തുന്നവരെ നമുക്ക് വലിയ പടം. അത് നമുക്കൊരു ഇൻഫർമേഷൻ റിവീൽ ചെയ്യുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ സിനിമയിൽ, അത് ഓൾറെഡി റിവീൽഡ് ആണ് നമുക്ക് റിവീൽഡ്. അപ്പോൾ നമ്മളാണെങ്കിൽ പിന്നെ നമ്മൾ ഇത് എന്തിനാണ് ഞാനത് കാണുന്നത്? ഇനി ആ ക്യാരക്ടേഴ്സ് ഇവരെ കണ്ടുപിടിക്കാൻ ഇത്രയും സമയം എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഇവൻ നിങ്ങളൊന്ന് ആലോചിക്കുക, രാക്ഷസ സിനിമയിലെ വില്ലൻ ആരാണെന്ന് നിങ്ങൾക്ക് ആദ്യം പോലും അറിയാമെങ്കിൽ നിങ്ങൾ ഈ വില്ലനും നായനും കണ്ടുമുട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക. ചില സിനിമകളുണ്ട്. പക്ഷെ അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള സീനുകൾ ഇവർ രണ്ടിൽ എത്തുന്ന സീനുകൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആക്കും. അപ്പൊ നമ്മളിങ്ങനെ ഓടാ അവനതറിയാലോ ഇവനിതറിയാലോ, ഇവര് മറ്റേ ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇത് എന്താ പരിപാടി എന്നറിയാം, എന്നിട്ട് അവര് കണ്ടുമുട്ടുമ്പോൾ അതെങ്ങനെ എങ്ങനെ ഉണ്ടാവുന്നുള്ള വെയിറ്റ് ചെയ്യും. പക്ഷേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിത് ഓൾറെഡി റിവീൽഡ് ആണ്. അങ്ങനെ ഈ രണ്ട് ക്യാരക്ടേഴ്സ് മാത്രം മനസ്സിലാക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ ഇവർക്കിടയിലുള്ള സീനുകൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരണം. പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഭയങ്കര ഫ്ലാറ്റ് ആണ്. പിന്നെ അതാണ് ഇപ്പൊ ഇവരുടെ മോട്ടീവ്സ് ആണ് നമുക്ക് റിവീൽ ചെയ്യാത്തത്. അത് റിവീൽ ചെയ്യുമ്പോൾ ഭയങ്കര അണ്ടർവെൽമിങ്, ഭയങ്കര ക്ലീശയും അണ്ടർവെൽമിങ് മാത്രം വെച്ചാൽ അതിന്റെ ടൈമൊക്കെ ഒരുപാട് കഴിഞ്ഞു. നമുക്ക് ഇതൊക്കെ കുറച്ച് നേരത്തെ വരേണ്ട പല റിവീലിങ്ങും ഒരുപാട് ലേറ്റ് ആയിട്ട് സംഭവിക്കുന്നത്. നമ്മൾ അല്ലെങ്കിൽ ഇത് ഇവിടെയൊക്കെ വന്ന് പറയുന്നത് തളർന്നിരിക്കുമ്പോഴാണ് നീ അറിഞ്ഞില്ലല്ലടാ ഇതാണ് സംഭവം. അതിനൊരു കാരണമുണ്ട്. ഇന്ന് രാവിലെ 6 മണിക്കത്തെ ഷോ കാണാൻ ആലപ്പുഴയിൽ ഈ ഷോ കാണാൻ വേണ്ടി കൊച്ചിയിൽ നിന്ന് ഉറങ്ങാതെ രാത്രിയിൽ വണ്ടി ഓടിച്ച് ആലപ്പുഴയിൽ വന്ന് തിയേറ്ററിന്റെ വാതിക്കൽ പാർക്കിങ്ങിൽ കിടന്ന് ഒരു അരമണിക്കൂറെങ്കിൽ ഉറങ്ങി കാണും അല്ലേ? നിങ്ങൾ അരമണിക്കൂർ ഉറങ്ങി അല്ലേ? ആ സമയത്ത് ഞാൻ വിളിച്ചു, ഞങ്ങൾ വന്ന് പടം കയറി കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കം വളച്ചിരിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ അത്രയും സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് ഒരു മനുഷ്യൻ ഇരുന്ന് ഒരു സിനിമ കാണും. അത് നമുക്കപ്പം ഭയങ്കരമായിട്ട് അല്ല ഇപ്പൊ ഇന്ന് കാണാനുള്ള 2 സിനിമയ്ക്കകത്ത് എന്തെങ്കിലും കാണും എന്നുള്ളൊരു. അതെ, എൻ്റെ എക്സൈറ്റ്മെന്റ് എനിക്കറിയാം. ഈ ട്രെയിലർ റിയാക്ഷനിൽ ഞാൻ പറഞ്ഞിരുന്നു, കൂലിയും വാറും കൂടെ അടിച്ചാൽ കാര്യമില്ല, വാറ് നോക്കണ്ട, കൂലി കൊണ്ടുപോകും എന്നൊക്കെ ഞാൻ പറഞ്ഞ. അത് സത്യമാണ്. സോറി എൻ്റെ കാര്യം ഒന്ന് പറയരുത്, പറ്റിപ്പോയി. അത് അന്ന് എൻ്റെ എക്സൈറ്റ്മെന്റിൽ ഞാൻ പറഞ്ഞു പോയതാണ്, വാക്കുകൾ തിരിച്ചെടുക്കുന്നു. അല്ല രണ്ടും കൂടെ അടിച്ചപ്പം ജയിച്ചത് കൂലിയാ. പക്ഷേ അതെ കൂലി കാര്യം രണ്ടും കിടക്കുന്നത് എവിടെയാ? രണ്ടും വരെ കുഴിച്ച് അവിടെ കിടക്കുവാണ്. ഏത് അതില് വാറിന്റെ മേളിൽ കൂലി കിടക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ രണ്ടും താഴെയാണ്. ബിലോ എനിക്ക് പേഴ്സണലി ഈ 2 സിനിമകളും ബിലോ ആവറേജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നതാണ് കൂലി എന്ന് എനിക്ക് തോന്നുന്നു. സിനിമയിലെ ഒരു പോസിറ്റീവായിട്ടുള്ള എലമെന്റിനെ പറ്റി പറയണമെങ്കിൽ എനിക്ക് പേഴ്സണലി ഞാൻ ഈ ട്രെയിലർ നമ്മൾ കാണുമ്പോൾ നമുക്ക് കുറേ ക്യാരക്ടേഴ്സിനെ ഒരു ട്രെയിലറിൽ കാണിക്കുന്നുണ്ടല്ലോ. അതിൽ ഈ രച്ചിത റാം എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി ഒരു ലേഡിയുണ്ട്, കല്യാണി എന്നായി ഇപ്പോൾ ക്യാരക്ടറിൻ്റെ പേര്, സൗബിൻ്റെ. അപ്പോൾ പുള്ളിക്കാരിയെ നമ്മൾ ട്രെയിലർ ജസ്റ്റ് ഇങ്ങനെ വെറുതെ വന്നു പോകുന്നുണ്ട്. പുള്ളിക്കാരി കന്നഡ ആക്ട്രസ്സാണ്. അപ്പം അവരുടെ ക്യാരക്ടർ ഈ പടത്തിൽ ഞാൻ നോക്കിയപ്പോൾ ഇത് കൊള്ളാലോ എന്ന് എനിക്ക് തോന്നി. പക്ഷേ അതും ഈ സാധനമാണ്, അതായത് ഇപ്പം സൗബിൻ കല്യാണി ക്യാരക്ടേഴ്സിൻ്റെ സൗബിന് കല്യാണം ഇങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സിന്റെ മോട്ടീവ്സ് ഉണ്ട്. ഈ ത്രൂ ലൈൻ അപ്പോൾ ഇങ്ങനെ ഈ ക്യാരക്ടറിനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഇവിടെയാണ് ഇത് നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല. ഇത് എന്താണ് ഇതിന്റെ പരിപാടി? നമുക്കൊരു എപ്പോഴും ഒരു കഥ കാണുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഗ്രാസ്പ് ചെയ്യാൻ കിട്ടിയാലേ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ചിരിക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഇത് ഇവിടെ അങ്ങനെ ആ ഒരു ക്യാച്ചിങ് പോയിന്റ് കിട്ടുന്നില്ല. അതായത് സിനിമയിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ എപ്പോഴും നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മൾ ഒരാളെ ഫോളോ ചെയ്യും. നമ്മൾ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ക്യാരക്ടറിന്റെ കൂടെ ആയിരിക്കും നമ്മൾ സഞ്ചരിക്കുന്നത്. ഇവിടെ നമുക്കിങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഇവരെല്ലാവരും അതൊരു റീസൺ ആയിരിക്കും. ഇത് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ ക്യാരക്ടേഴ്സ് ഒക്കെ അഭിനയിക്കുന്നത് ഒരുപാട് ഈ അത്യാവശ്യം റെനോഡ് ആയിട്ടുള്ള ആക്ടേഴ്സ്. അപ്പം നമ്മൾ ഇവരെന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി നമ്മൾ ഇവരെ നോക്കിയിരിക്കുമ്പം ഇവരൊന്നുമല്ല. ഇവരുടെ കഥകൾ ഇങ്ങനെ ആക്ച്വലി ഇതിൻ്റെ 1 ലൈൻ നമ്മളിപ്പോൾ ഈ സിനിമയുടെ 1 ലൈൻ എടുത്താൽ തന്നെ ഈ 1 ലൈൻ ആക്ച്വലി ലീനിയർ ആയിട്ടല്ല ഇവർ പറയുന്നത്. അതിങ്ങനെ ഭയങ്കര നോൺ ലീനിയർ ആയിട്ടാണ് കിടക്കുന്നത്. കുറച്ച് ചോപ്പി ആയിട്ട് ഇതിങ്ങനെ ഇൻഫർമേഷൻ വരുന്നത്. ഇങ്ങനെ ആദ്യം തന്നെ കുറച്ച് നേരം എടുക്കുന്നത്, കൺഫ്യൂഷൻ ഒന്ന് മാറി. എനിക്ക് സിനിമ കണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിങ്ങനെ ഒന്ന് റിവേഴ്സ് ആലോചിക്കുമ്പോൾ ഈ സിനിമയുടെ കഥ ഇതാണ്. അതായത് ഇവിടെ തുടങ്ങിയിട്ട് ഇങ്ങനെ പോയി ഇവിടെ അവസാനിക്കുന്ന സിനിമയാണിതെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ പ്രശ്നം വെച്ചാൽ നമ്മളെ ആ സ്റ്റോറി അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇതിൽ ഏത് ക്യാരക്ടറിൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ ഇത് എന്താണ് നമ്മൾ ഇപ്പം മെയിൻ ക്യാരക്ടറായിട്ടുള്ള രജനീകാന്തിൻ്റെ ദേവ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ മോട്ടീവ് പോലും നമ്മൾ നോക്കുമ്പോൾ പുള്ളിയുടെ പെട്ടെന്ന് അതായത് ഒരു സെക്കൻഡിൽ പുള്ളി അങ്ങ് ഡിസൈഡ് ചെയ്തിട്ട് അങ്ങ് പോകുമ്പോൾ നമ്മൾ അതെ സംഭവങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ അതിൻ്റെ പടത്തിൻ്റെ ഫ്ലോ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഫ്ലോയിൽ ഇങ്ങനെ പടത്തിൻ്റെ കൂടെ പോകാൻ പറ്റുന്നില്ല. അതായത് ഇപ്പം നായകൻ ഇവിടെ റിവെഞ്ച് എടുക്കണം എന്ന് നമ്മൾ ഒരു തിരക്കഥാകൃത്ത് എഴുതി വെച്ചത് കൊണ്ട് പേജ് മറിക്കുന്നില്ലേ? പേജ് മറിക്കുമ്പോൾ ഉള്ളൊരു അതായത് ഈ പേജിൽ ഇങ്ങനെ വായിച്ചു വന്നാൽ ഇതിൻ്റെ അടുത്ത് ഇതായിരിക്കും നമ്മൾ പേജ് മറിക്കുമ്പോൾ വേറെ എന്തോ സംഭവിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ എന്നിങ്ങനെ വിചാരിക്കുകയാണ് ഈ പേജിൻ്റെ ഇടയ്ക്കുള്ള പേജ് മിസ്സിംഗ് ആണല്ലോ എന്നുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതായത് സത്യരാജ്, അത് ആക്ച്വലി പടത്തിൻ്റെ ഒരു 1 ലൈൻ ഐഡിയ എന്ന് പറഞ്ഞാൽ സത്യരാജ് മരിക്കുന്നു. സത്യരാജിനെ കൊന്നതാരാണെന്ന്, സത്യരാജ് മരിച്ചതാണെന്നാണ് മക്കളും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ സുഹൃത്ത് കാണാൻ വരുമ്പോൾ സുഹൃത്തിൻ്റെ സോഴ്സ് വെച്ച് സുഹൃത്ത് അറിയുന്നു ഇത് മരണമല്ല, ഇത് കൊലപാതകമാണ്. അങ്ങനെയാണെങ്കിൽ ആ കൊലപാതകം ചെയ്ത ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം.
അപ്പം നമ്മുടെ മുമ്പിൽ ഇതിന് അതത്ര ഭയങ്കര ലീനിയർ ആയിട്ട് പറഞ്ഞാൽ കുറച്ചുകൂടി ഈസിയാണ്. കാര്യം നമുക്ക് ഈ കഥ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കാനുള്ള സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് പുതിയ കഥയൊന്നും പറയുന്നില്ല ലോകേഷ്. അപ്പോൾ അത് പിന്നെ നമുക്ക് അതിന്റെ ഇൻട്രസ്റ്റിംഗ് എലമെന്റ് അത് ഭയങ്കര ഒരു ഫോഴ്സ്ഡ് എലമെന്റ് ആണ്. സത്യരാജിന് എന്തിനാണ് ആ ഗ്രൂപ്പിനകത്ത് വരുന്നുള്ളത്? കസേര കണ്ടുപിടിക്കുന്നു, അത് വെച്ചിട്ട് അത് തന്നെ വേണം രാത്രി. പക്ഷേ എനിക്ക് ആക്ച്വലി ആ ട്രാക്ക് വെച്ചിട്ട് ഒരു നല്ല പടം ഉണ്ടാക്കാൻ വേറെ, അതായത് ഈ പടത്തിനകത്തൊരു അതായത് അങ്ങനെ ഒരു എലമെന്റ് കൊണ്ടുവന്നു. എന്നിട്ട് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഫ്രഷ് ആയിട്ടൊരു ഐഡിയ വേണമല്ലോ പടത്തിൽ, എന്തെങ്കിലും പുതുമ വേണമല്ലോ, അതിനായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ. പക്ഷെ അത് ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് സ്ക്രിപ്റ്റിനകത്തോട് ചേർത്തേക്കാം. അതെനിക്കത് ലാസ്റ്റ് മിനിറ്റ് അഡീഷൻ പോലെയൊക്കെ ഒരു സിനിമയിൽ ആക്ച്വലി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ എലമെന്റ്, അതായത് നമ്മൾ ഈ സിനിമയിൽ ഞങ്ങൾ പുതുതായിട്ടൊരു കാര്യം നിങ്ങൾക്ക് അവതരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ എലമെന്റ് ആണ് ഈ ഒരു ചെയർ കുറേ വയറൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത്. ഇത് ട്രെയിലർ കണ്ടപ്പോൾ എല്ലാവരും സയൻസ് ഫിക്ഷൻ ആണ്, ഇത് ടൈം ട്രാവൽ ഇതാണ്, ടെലിപ്പോർട്ട് ചെയ്യാനുള്ള സാധനമാണ്, ഭയങ്കര തിയറീസ് ഒക്കെ ആയിരുന്നു. അത്രയും ബുദ്ധിമുട്ടുണ്ട, നിങ്ങൾ ചിന്തിക്കുന്ന അത്രയും വേണ്ട, അത്രയും തല പുകയ്ക്കണ്ട ഇതിന്. അത് കണ്ടപ്പം ഈ തിയറിയിൽ ഒരാൾ പറഞ്ഞ ഒരുപാട് പേര് പറഞ്ഞ തിയറി ഉണ്ട്, ഇതൊരു മറ്റേ ക്രിമേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ചെയർ ആയിരിക്കും. ആക്ച്വലി നമുക്ക് ആൾക്കാർ അത് ക്രിമേറ്റ് ചെയ്യാൻ മാത്രമല്ല, ഈ ഷോക്ക് കൊടുക്കുമല്ലോ. ഇപ്പോൾ വിദേശത്തൊക്കെ ആൾക്കാരെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്യൂട്ടി എന്നുള്ള ഒരു ചെയർ ഉണ്ടല്ലോ, അതായിരിക്കും എന്നാണ് ബേസിക്കലി ഇലക്ട്രിക്യൂട്ടി ചെയ്യുന്ന പരിപാടി. ആക്ച്വലി ആൾക്കാരെ കത്തിച്ച് ബേസിക്കലി അത് ആൾക്കാരെ അതിനകത്ത് ഇരുത്തി അങ്ങ് ഷോക്ക് കൊടുത്ത് മറ്റേ ഭസ്മമായി കളയാണ്. ആ ഒരു ഇനിഷ്യലി ആ ഒരു സീനിലായിരുന്നു ഇത് ഈ സാധനം വെച്ചിട്ട് ഗവൺമെന്റ് ഒഫീഷ്യൽസിനെ ഒക്കെ കാണിക്കുന്നത്. അപ്പം പുള്ളി വന്നിട്ട് ഒറ്റ ഡയലോഗ് പറയത്തില്ലേ, ഇത് തെറ്റായ ആളുകളുടെ കൈ കിട്ടിയത് ഡേഞ്ചറാണ്, അത് ഇപ്പൊ ഏത് മെഷീന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. അവിടെ തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീനൊക്കെ ഒറ്റ സീനിൽ അത് തീർക്കണം, ആ ഇൻഫർമേഷൻ പറഞ്ഞ് തീർക്കണം അവർക്ക്. അതുകൊണ്ടാണ് ഡയറക്റ്റ് ആ ഡയലോഗിലേക്ക് ചാടുന്നത്. അല്ലല്ല, ആ ഡയലോഗ് വേണ്ടല്ലോ, അതൊക്കെ മറ്റേ ഓവർ ഡബിലാണെങ്കിൽ ഈ ഡയറക്റ്റ് ആ സാധനം ഡയലോഗ് വരുമ്പോഴാണ് അത് എന്തോ ഒരു ഇത് ഇങ്ങനെയല്ലോ ഇത് പറയേണ്ടത്. ഇല്ല, അത് അവിടെ നമ്മൾ നോക്കുമ്പോഴേ നമുക്ക് ആ പോയിന്റിലേക്ക് ആ സീൻ തുടങ്ങുമ്പോൾ തന്നെ ആ സീനിൽ 2 ഡയലോഗുകളുണ്ട്. സത്യരാജ് ഇത് കാണിക്കുന്നു, അടുത്ത സത്യരാജ് എങ്ങനെയുണ്ട് സാധനം ചോദിക്കുമ്പോൾ കൊള്ളത്തില്ല, ഇത് പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് ഈ സാധനം. അപ്പം നമ്മളല്ലെങ്കിൽ ഇത് ഈ 2 ഡയലോഗ് മെയിൻ എന്താണോ പറയേണ്ട കറക്റ്റ് കാര്യം മാത്രം പറയാനൊരു സീൻ. അപ്പം നമുക്കിതിങ്ങനെ ഇതിനൊന്നും ഒരു ഇമ്പാക്റ്റും ഇല്ല. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ലേലമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പെറുക്കി പോകുന്നവരെ പിന്നെ ഇവർ 4 പേര് നിൽക്കുന്നു. ഉടനെ 3 പെൺമക്കൾ ഒരു ഇളയ പെങ്കൊച്ച് കാര്യം ആ ഇളയ 2 പെങ്കൊച്ചുങ്ങൾ ഒരു ഡയലോഗ് ഇല്ല അല്ലേ, എന്തോ അങ്ങനെ എന്തോ ഒരു ഡയലോഗ് മാത്രമേ പേടിച്ച് എവിടെയെങ്കിലും ഇരിക്കുക, ഇത്രേ ഉള്ളൂ. ആക്ച്വലി അതുപോലെ ആ കാര്യം പറഞ്ഞപ്പോൾ ശ്രുതി ഹാസൻ്റെ കാര്യം പറയുമ്പോൾ, അതായത് ശ്രുതി ഹാസൻ ഇതുവരെ ചെയ്ത പടങ്ങളിൽ പല പടങ്ങളിലും വെറുപ്പിക്കാറുണ്ട്. ഈ സിനിമയിൽ വെറുപ്പിച്ചു എന്ന് തോന്നിയില്ലെങ്കിലും ആ ക്യാരക്ടറിന് പടത്തിൽ ആക്ടിംഗ് വൈസ് വെറുപ്പിച്ചിട്ടില്ലെങ്കിലും ഫ്രസ്ട്രേറ്റിംഗ് ക്യാരക്ടറാണ്. അതായത് നമ്മൾ ചിന്തിക്കും ഈ ക്യാരക്ടർ ലോകേഷിന്റെ പടത്തിൽ ഒരു ഫീമെയിൽ ലീഡാണ്, അപ്പോൾ നമുക്കറിയാം ഇവരെവിടെയും ഒരു പോയിന്റിൽ ഇവർ റിയാക്ട് ചെയ്യണമല്ലോ, ഇവർ ഇത്രയധികം പുഷ് ചെയ്യണം ഇവരെ ഒരു പോയിന്റിലേക്ക്. അങ്ങനെ മൾട്ടിപ്പിൾ പോയിന്റ്സ് ഉണ്ട്. ഞാൻ വിചാരിച്ചു മറ്റേ ഫോൺ വിളിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ആ മൊമെന്റിൽ ഞാൻ അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു എലമെന്റ് ഉണ്ടാവും പുള്ളിക്കാർക്ക് റിയാക്ട് ചെയ്യാനുള്ള. അതായത് ഇവർ രണ്ട് ഡിസ്റ്റൻസിലല്ലേ പറഞ്ഞിട്ട് എനിക്ക് അറിയായിരുന്നു എന്തെങ്കിലും ഒരു സാധനം അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ഒരു ഹൈ എലമെന്റ് ഉണ്ടാക്കാൻ പറ്റും. ഈ ഹൈ എലമെന്റ് ഒക്കെ വെച്ച് അനിരുദ്ധിനോട് പറഞ്ഞു, നീ കുറച്ച് മ്യൂസിക് ഉണ്ടാക്കുക, നമുക്ക് തലവർ നടന്നു വരുന്ന സ്ലോ മോഷൻ ഷോട്ടൊക്കെ ഇട്ടിട്ട് പിന്നെ അങ്ങോട്ട് പിരിപ്പിക്കാം എന്ന് പറഞ്ഞ് കൊടുത്ത പോലെ. പക്ഷെ നമുക്കിത് കാണുമ്പോൾ ഇത് എന്ത് കാണുന്നാലും തലവർ സ്ലോ മോഷൻ നടക്കുന്നുണ്ട്, ഫൈറ്റിന്റെ കാര്യം പറയുമ്പോൾ അല്ല ഇത് മറ്റേ ഈ ശ്രുതിഹാസിന്റെ ഈ കേസ് പറഞ്ഞതില്ലേ, അതിനകത്തൊരു സംഭവം ഉണ്ടല്ലേ, ആ ശ്രുതിഹാസിന്റെ റൈറ്റിംഗ് ഭയങ്കര ക്ലിഷേ ഓൾഡ് പരിപാടി ഇപ്പം ഇങ്ങനെ എഴുതാറില്ലേ. അതായത് സത്യരാജ് പല കാര്യങ്ങളും അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, സത്യരാജിൻ്റെ ജോബ് സത്യരാജിന് അറിയാം എന്തോരം ഡേഞ്ചറസ് ആണ്, പല കാര്യങ്ങളും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പുള്ളി ചെയ്യുന്നുണ്ട്, ഇവർക്ക് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവരെ വല്ല ബോക്സ് കിങ്ങിനോ വല്ല ഫൈറ്റിനോ ഒക്കെ കൊച്ചിലെ വിട്ടാൽ അവർക്ക് സ്വയം ഒരു ഉപകാരമാണല്ലോ ഇതിനൊക്കെ പറയാനും. അവരെല്ലാവരോടും ഒരാൾ നമ്പറിലേക്ക് വിളിച്ച് ഇന്ന നമ്പർ പറഞ്ഞാൽ നിങ്ങളെ രക്ഷിക്കാൻ ആൾ വരും, ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആ സീനിന്റെ ഒക്കെ സ്റ്റേജിങ് അതിങ്ങനെ ആ ഇൻഫർമേഷൻ പെട്ടെന്ന് നമ്മുടെ ആ സീൻ നമ്മൾ നോക്കുമ്പോൾ ഇത് എവിടെ പെട്ടെന്ന് സ്ഥലത്ത് പുള്ളി സ്കൂട്ടർ നിൽക്കുന്നു, ഇവർ എവിടെ ഇറങ്ങുന്നു, സ്കൂട്ടറിൽ നിൽക്കുകയാണ് പുള്ളി, ഒരു അല്ല ശ്രുതിയെ കൊണ്ട് അവിടെ ഇറക്കുക, എന്നിട്ട് ശ്രുതി ഇറങ്ങി നടന്നു പോയിട്ട് തിരിച്ച് എവിടെയാണെന്ന് മനസ്സിലാവുന്നു. ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണോ, കോളേജാണോ, ഇങ്ങനെ സീൻ ഉണ്ടല്ലേ, എനിക്ക് സത്യരാജ് ചേട്ടാ ഈ സ്കൂട്ടറിൽ കയറിയിരുന്നു എന്ന് പറഞ്ഞിട്ട് അത്ര ഭയങ്കര അണ്ടർവെൽമിംഗ് ആയിട്ടൊക്കെ സ്റ്റേജ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ത്രോട്ട് വിചാരിക്കും ഇത് പുള്ളി തന്നെയാണോ ഡയറക്ട് ചെയ്തത്. അതായത് ലോകേഷിന്റെ സിനിമ കണ്ടു മനസ്സിലാവും. നിങ്ങളൊരു സീൻ എടുത്താൽ സീനിനകത്ത് അതിൻ്റെ തുടക്കം മിഡിൽ എൻഡ് എന്ന് പറഞ്ഞൊരു ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ഇവിടെ അതില്ല, അതിങ്ങനെ ഇങ്ങനെ മറ്റേ നമ്മൾ പറയുന്ന മറ്റേ റീൽ കട്ട് ഉണ്ടല്ലോ, റീൽ കട്ട് പോലെ ഇങ്ങനെ പോവാണ് എല്ലാം. അതായത് മെയിൻ പോയിന്റ് ആ ഒരു സീൻ, നമ്മളിപ്പോൾ ഒരു സ്റ്റാർട്ട് മിഡിൽ എൻഡ് എന്ന് പറഞ്ഞൊരു സീൻ എടുത്തു, ആ സീനിൻ്റെ
എന്താണോ മെയിൻ പോയിന്റ്, ആ പോയിന്റ് മാത്രം വെച്ച് ഇങ്ങനെ പോകും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എൻഡിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ സീൻ ഇങ്ങനെ എവിടുന്നോ ഒരു സീൻ ഇങ്ങനെ വന്ന് വീണ് എല്ലാ സീനിനെയും ഇൻഫർമേഷൻ സീനായിട്ട് യൂസ് ചെയ്യുക. നമുക്ക് ത്രൂ പോയിന്റ്സ് ഒന്നുമില്ല. ഇങ്ങനെ ഇൻഫർമേഷൻ ഉണ്ട്, ഇങ്ങനെ ഇൻഫർമേഷൻ ഉണ്ട്, അയ്യോ മറ്റേ ഇൻഫർമേഷൻ നമ്മൾ പറയാൻ പറ്റുമല്ലോ, അതും കൂടെ ഇതുണ്ട്. എന്നിട്ട് ഇങ്ങനെ പല ഇൻഫർമേഷൻ, പല ആളുകളുടെ പല സ്റ്റോറി ലൈൻസ് ഒക്കെയാണ്. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ എറിയുമ്പം നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഈ പടം കണ്ടുകൊണ്ടിരിക്കുന്നതിന് ഇതൊക്കെ ഇങ്ങനെ കൂട്ടി നമ്മൾ കണ്ടുപിടിക്കണം. ഇത് ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ എല്ലാം എടുത്ത് വെച്ചിട്ട് നമ്മൾ മനസ്സിൽ ഇങ്ങനെ റീഓർഡർ ചെയ്യണം, നമ്മൾ എഡിറ്റ് ചെയ്യണം. നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ഇത് ഫുൾ പടമായി കാണണം. ഓ ഇതാണ് പടം ഇന്ന് നമ്മുടെ, അതായത് പ്രേക്ഷകന്റെ മനസ്സിൽ പടം കഴിഞ്ഞതിന് ശേഷം ഒരു പടം ഉണ്ടാക്കണം. അതാണ് ലൊക്കേഷൻ ഉദ്ദേശം എന്ന് എനിക്ക് തോന്നുന്നു. ആ ഉണ്ടാക്കിയ പടം കൊള്ളത്തില്ല. അതെ, ശരിക്കും എനിക്ക് ഭയങ്കര പുള്ളിയുടെ മറ്റേ എനിക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാര്യം ഞാൻ ആക്ച്വലി നമ്മൾ ഫിലിം മേക്കർ ആവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമാണ് പടം ചെയ്യുന്നവർ ലോകേഷൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒന്ന് ആലോചിക്കുക, പുള്ളിക്ക് വിജയ്, മറ്റേ തലൈവർ, ആരൊക്കെ പുള്ളിക്ക് എല്ലാം മെയിൻ ക്യാരക്ടർ ആൾക്കാരെല്ലാം വരുവാണ്. സ്റ്റാർസൊക്കെ വിളിച്ചിട്ട് പടം ചെയ്യാം എന്ന് പറയുന്നൊരു വൈബിലേക്ക് എത്തുകയാണ്. അതും ആ പുള്ളി ചെയ്ത 2 പടം കൈത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പോക്കാണ്. ഇങ്ങനെ ഒരു പോക്കങ്ങ് പോകും പുള്ളി. അപ്പോൾ എനിക്കത് കമലഹാസനൊക്കെ വെച്ച് പടം ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കത് കാണുമ്പോഴത്തേക്ക് ഒരാളുടെ ഗ്രോത്ത് ഭയങ്കര ഇതായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് പേഴ്സണലി മറ്റേ ഒരുപാട് പേർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ എനിക്ക് ലോകേഷ് കനകരാജ് ഒരു ഓവർ റേറ്റഡ് ഡയറക്ടറാണ്. അതായത് പുള്ളിക്ക് ഒരു ടാലൻ്റ് ഉണ്ട്, ബട്ട് ഇപ്പം പുള്ളിയെ പ്ലേസ് ചെയ്തേക്കുന്നത് ഇതെന്താ പുള്ളിക്ക് ഇതൊക്കെ കിട്ടുന്നതെന്ന് തോന്നുന്ന ടൈപ്പ് ഒരു പ്ലേസിലാണ് പുള്ളി. എല്ലാവരും ലോകേഷിൻ്റെ പടം വരുന്നു, ലോകേഷിൻ്റെ LCU എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ LCUവിൻ്റെ പടങ്ങൾ കാണുമ്പോൾ അല്ല LCUവിനകത്തുള്ള സിനിമകൾ കാണുമ്പോഴത്തേക്കും LCUവിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ. അപ്പം അത് അതിൻ്റെ സ്റ്റാർസും ഫാൻസും കാരണം ഉണ്ടാവുന്നതാണ്. പക്ഷേ എനിക്ക് ചിലപ്പോൾ നീ പറഞ്ഞ ഒരു എലമെന്റ് ആയിരിക്കും. ഇപ്പോൾ ഈ സ്റ്റാർസിനെ അവർ സ്ഥിരം കണ്ടില്ലാത്തൊരു പ്ലേസ്മെന്റും പിന്നെ ഇതിലേക്ക് എനിക്കെപ്പോഴും അതാ എന്നെ എക്സൈറ്റ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ വിജയുടെ പടം എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ആദ്യം തന്നെ മനസ്സ് കൊടുക്കുക. കാരണം വിജയുടെ പടത്തിൽ എന്താണെന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അതല്ലാതെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുണ്ടോ എന്ന് നോക്കുമ്പോഴാണ് ഇപ്പോൾ മാസ്റ്റർ വരുമ്പോഴൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഓക്കെ പുള്ളി കുറച്ചുകൂടെ നോർമലായിട്ട്. ഇപ്പോൾ ഫൈറ്റ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ഈ ആക്ഷൻ സീനുകളിൽ ഈ ഓവർ യൂസ് ചെയ്യുന്ന സ്ലോ മോഷൻ എനിക്ക് ഇഷ്ടമില്ല. ഈ ലോകേഷ് കനകരാജിൻ്റെ ആക്ഷൻ സീക്വൻസുകളിൽ ഈ സ്ലോ മോഷൻ വളരെ കുറച്ച് ഉപയോഗിക്കാറുള്ളൂ. ഈ ലിയോയിൽ ആ ഒരു കോഫി ഷോപ്പ് ഫൈറ്റിലൊന്നും സ്ലോ മോഷൻ ഒറ്റ ഷോട്ട് പോലും ഇല്ല. ശ്രദ്ധിച്ച് മനസ്സിലാവും. ഇപ്പം ലിയോയുടെ കേസ് പറയുമ്പോഴത്തേക്കും ലിയോയുടെ ഈ കോഫി ആസല്ലേ ലിയോ കാണുമ്പോഴത്തേക്കും അതൊരു ഹൈ മൊമെന്റ്, ആ ഒരു സീൻ അങ്ങനൊരു സംഭവം ഇതിനകത്ത് ഇല്ലെന്ന് മാത്രമല്ല അതൊക്കെ കാണുമ്പോഴാണ് ഓക്കെ നമുക്ക് എൻ്റെ മനസ്സിൽ ഞാൻ ജസ്റ്റിഫൈ ചെയ്യുന്ന ഓക്കെ ലോകേഷിന് കിട്ടുന്ന ഈ ഹൈപ്പ് ആ സീൻ കൊണ്ട് ജസ്റ്റിഫൈഡ് ആണ്, ആ സിനിമ കൊണ്ട് ജസ്റ്റിഫൈഡ് അല്ല. ബട്ട് ആ സീൻ കൊണ്ട് എനിക്ക് ആ സീനാണെങ്കിലും ഇന്റർവൽ സീക്വൻസ് ഉണ്ടല്ലോ, അതായത് മറ്റേ ലിയോ മറ്റേ ബാഡാ സോങ് വെച്ച് പ്ലേസ് ചെയ്തിരിക്കുന്നതും അതുപോലെ അങ്ങനെ അതായത് നമ്മളിപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ കൈദിയിലെ സീക്വൻസ് പല സീക്വൻസുകളുണ്ട്. മറ്റേ ലോറിയിലെ ചേസ് സീക്വൻസ് ഉണ്ട്, ക്ലൈമാക്സ് സീക്വൻസ് ഉണ്ട്, ഇന്റർവൽ അങ്ങനെ ഇപ്പം പറഞ്ഞ ഫുൾ പടത്തിന്റെ കാര്യം ചെയ്യാൻ ഫുൾ പടം അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ഒരിക്കലും ഒരു ഫുൾ പടം വെച്ച് ഇങ്ങനെ കൺസിസ്റ്റന്റ്ലി ഗുഡ് ഡയറക്ഷൻ എന്ന് പറയത്തക്ക ഒരു പടം ഞാൻ കണ്ടിട്ടില്ല. അതെനിക്ക് ഫീൽ ചെയ്ത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് പുള്ളിയുടെ സിനിമകളിൽ കുറേ നല്ല ഐഡിയാസ് പ്രസന്റ് ചെയ്തിട്ട് അത് മോശം മേക്കിംഗ് കാരണം മേക്കിംഗ് ഇൻ ദ സെൻസ് ഈ ഡയറക്ഷൻ, അതായത് പുള്ളി എപ്പോഴും പ്രൊഡ്യൂസർ ഫ്രണ്ട്ലി ആണെന്ന് പറയാറുണ്ട്. അതിങ്ങനെ സീൻസ് ഒക്കെ ഭയങ്കര സ്പീഡി ഷൂട്ട് ചെയ്ത് മാറ്റും. അത് ചിലപ്പോൾ അതിന് മുമ്പത്തെ പ്ലാനിങ് കറക്റ്റ് ആയതുകൊണ്ടായിരിക്കും. ബട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ സീനിന് ഒരു ഇച്ചിരൂടെ പുഷ് ചെയ്ത ഈ സീൻ കുറച്ചുകൂടെ നന്നാക്കായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള ഒരുപാട്. ഇപ്പോൾ വിക്രത്തിലാണല്ലോ അങ്ങനെ സീൻസ് ഉണ്ട്, ലിയോയ്ക്കകത്താണെങ്കിലും അങ്ങനത്തെ സീൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ പടത്തിൽ ത്രൂ ഔട്ട് അപ്പോൾ ലോകേഷിന് എനിക്ക് തോന്നിയിട്ടുള്ള നെഗറ്റീവ്സ് എല്ലാം കൂടെ ഒരുമിച്ച് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സിനിമയാണ്. ആ നെഗറ്റീവ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ വേണം നമുക്കൊരു പടം ചെയ്യാൻ. വരുന്നുണ്ട്. നിങ്ങളൊരു പടം ചെയ്യണം, നിങ്ങൾ എന്നാ നീയൊക്കെ ഈ പറയുന്നുണ്ട് നിങ്ങളൊരു പടം ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ പടം ചെയ്യാനുള്ള ആഗ്രഹമാണ്, നമ്മളതിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നടക്കുമ്പോൾ നടക്കട്ടെ അല്ലേ. നമ്മൾ ഈ പറയുന്നത് എടാ എനിക്ക് പടം എടുക്കാൻ അറിയാം, ഈ ലോകേഷിന് അറിയത്തില്ല എന്ന പോയിന്റ് ഓഫ് തോട്ടിലല്ല. നമ്മൾ എല്ലാ സാധനങ്ങളെയും ഇപ്പം ഞാൻ ചെയ്ത പടമാണെങ്കിലും അല്ലെങ്കിൽ ഇവൻ ചെയ്ത പടമാണെങ്കിലും നമ്മൾ ഒരേ ഇതില്ല, നമ്മളൊരു സാധനം കണ്ടു അതിന് നമുക്ക് എന്ത് തോന്നി അത്രേ ഉള്ളൂ. അല്ലാതെ അവൻ്റെ പടം ഇവൻ്റെ പടം ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ലോകേഷുമായിട്ട് അറ്റാച്ച്ഡ് ആയി ലോകേഷിൻ്റെ എല്ലാ പടവും ഭയങ്കര സംഭവമായിട്ട് ഇപ്പം ഇതിൻ്റെ തന്നെ ഒരുപാട് റിവ്യൂസ് വരുന്നുണ്ട്. ലോകേഷിൻ്റെ മേക്കിംഗ് കൊള്ളാം, പക്ഷെ പടം അണ്ടർവെൽമിംഗ് ആണ്. അപ്പം പിന്നെ മേക്കിംഗ് പേഴ്സണലി എനിക്ക് ഇതിൻ്റെ മേക്കിംഗ് ആണല്ലോ ഞാൻ ഭയങ്കര ഇതാണ്, ഇങ്ങനെ അല്ല ഇതല്ല പുള്ളിയുടെ എനിക്ക് തോന്നി പുള്ളിയുടെ എനിക്ക് തോന്നിയിട്ടുള്ള എല്ലാ നെഗറ്റീവ്സും ഒരു കുടക്കീഴിൽ എത്തിയിട്ടുള്ള ഒരു പടമാണ്. ഈ പുള്ളിക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സീൻ എഴുതിയിട്ട് അത് ഹൈ ആയിട്ട് എന്നെ സംബന്ധിച്ചോളം പടത്തിന്റെ കഥ എന്തോ ആയിക്കോട്ടെ, കഥ ക്ലീശയാണ്, കഥ കൊള്ളത്തില്ല, നോ പ്രോബ്ലം.
ഈ പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, കുറേ പടങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് നമുക്കറിയാം ഇൻ്റർവെൽ സീക്വൻസിൽ ഈ പടം മൊത്തം പോകട്ടെ, ഒരു ഇൻ്റർവെൽ സീക്വൻസ് മാത്രം ചെയ്യാൻ ഈ ലോകേഷിൻ്റെ ഒരു പ്രത്യേകത ഇതുണ്ട്. ഈ സെറ്റപ്പ് പേ ഓഫ് സാധനം ഇല്ല, ഒന്നുമില്ല സെറ്റപ്പ് പേ ഓഫ് എന്നുള്ള സംഭവം. തുടക്കം ആ വില്ലന്മാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ആ കോഫി ഷോപ്പ് സീൻ ഹൈനയുടെ സീക്വൻസ് പടത്തിൽ ഫസ്റ്റ് വെക്കും നമ്മൾ. ആ സീൻ ഫസ്റ്റ് പടത്തിൽ ലിയോ കാണുമ്പോൾ നമ്മൾ എടാ ഇത് അത്ര നന്നായല്ലോ, ഇതാ വിജയ്ക്ക് വേണ്ടി എടുത്ത് വിജയ്ക്ക് വേണ്ടി മറ്റേ ഒരു സാധനമാണല്ലോ തോന്നി. പക്ഷെ പടത്തിൽ ആ സാധനം ലാസ്റ്റ് സുബ്രഹ്മണ്യം എന്ന് വിളിക്കുന്ന സമയത്ത് നമുക്ക് തിയേറ്ററിൽ ഇത് ഇതിന് വെച്ചെന്നാണല്ലോ എന്നുള്ളൊരു ഒരു ഐഡിയ സംഭവം ഉണ്ടല്ലോ. അത് തിയേറ്ററിൽ ആൾക്കാർ ചിലപ്പം ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ ചിന്തിക്കാത്ത റൈറ്റാണ്. സെറ്റിംഗ് ആൻഡ് പേ ഓഫ് തന്നെ അത് ഒരുപാട് നമ്മൾ തിരക്കഥ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കല്ല ഒരു പക്ഷേ ചിലപ്പോൾ അറിയാം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് കണക്ട് ആവുന്നു. പക്ഷേ ഇത് ഒരു കോമൺ ഓഡിയൻസിന് ഭയങ്കര ഹൈ ഉണ്ടാകുന്ന മൊമെന്റ്. അതൊക്കെ പോയിന്റ് ഏതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ നമ്മൾ അന്ന് കാണുമ്പോഴും ഇങ്ങനെ ട്രെയിൻ ചെയ്യുമ്പോഴും നമുക്കറിയാം ഫാമിലിയായിട്ട് ഇണങ്ങുമ്പോഴും ഇത് അതാ പറഞ്ഞാൽ നമ്മളിപ്പോൾ തിരക്കഥയുടെ ഒരു ഫോർമാറ്റ് അടിക്കും. നമ്മൾ തിരക്കഥ എഴുതാറുണ്ട്. അപ്പം നമുക്കറിയാമല്ലോ ഇതിങ്ങനെ ഞാൻ ഇവിടെ എന്തെങ്കിലും എല്ലാ സീനും പടത്തിനകത്ത് ഒരു ആവശ്യമുള്ള സാധനമായിരിക്കണം, എന്തെങ്കിലും ഒരു ഗുണം ചെയ്യണം ഇതിനകത്ത്. അതുകൊണ്ടും കൂടെ ആണ് നമ്മളിത് കുറച്ചുകൂടെ എടുത്ത് പറയുന്നത്. നമ്മൾ ഇങ്ങനെ തിരക്കഥകൾ എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്കിങ്ങനെ അറിയാം ഈ സാധനം ഇവിടെ ഉപയോഗിക്കണം. നമ്മൾ കുറച്ചുകൂടെ തിരക്കഥ എഴുതി വായിച്ച് ശീലിച്ചിട്ടുള്ളതുകൊണ്ടാണ് നമുക്ക്. അതെ, ഇപ്പം നമ്മളൊരു ഡയലോഗ് നമ്മൾ പറയുകയാണ് ഒരു കഥയിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് എന്തിനായിരിക്കും അത് പടത്തിൽ ഒരുപക്ഷെ നമ്മളിപ്പോൾ തുടക്കത്തിൽ ചുമ്മാ ഫണ്ണായിട്ട് പറയുന്ന ഡയലോഗ് പടത്തിൻ്റെ എൻ്റെ എവിടെയെങ്കിലും നമുക്കത് അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന എന്തെങ്കിലും ഒരു എലമെന്റ് ഉണ്ടാവും. ഇതൊക്കെ ഭയങ്കര ഒരു ഇൻഫർമേഷൻ ഏറ്റവും എന്താ പറയുക ക്ലീഷേ അല്ലാതെ അല്ലെങ്കിൽ മറ്റേ എക്സ്പോസിഷൻ പോലെ അല്ലാതെ പറയാൻ എങ്ങനെ ചെയ്യാമെന്ന് കുറെ ആലോചിക്കും. ഇപ്പൊ തുടക്കം തന്നെ ഈ എക്സ്പോസിഷൻ ഹെവിയാണ്. പടം ഇങ്ങനെ വന്നിട്ട് സിമ്പിൾ ഇൻഫർമേഷൻ. ഒരാൾ വന്നിട്ട് നമ്മുടെ അണ്ണൻ 30 വർഷമായിട്ട് വെള്ളം അടിച്ചിട്ടില്ല, അണ്ണന് വെള്ളം അടിക്കുന്നത് മോശമാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം ആ സീനിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ് നമ്മളോട് പറയുന്നത്. മാൻഷൻ ഉണ്ടാക്കുന്ന ഇതൊക്കെ ഭയങ്കര എന്തോ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇതൊന്നും പേ ഓഫിലേക്ക് വരുന്നില്ലായിരുന്നു. ചീക്കുട്ട് സോങ്ങിന്റെ ഇടയിൽ അതിൽ ഡാൻസ് കളിക്കുന്ന ആൾക്കാർ ദേവ മാൻഷനിലുള്ള ആൾക്കാരെല്ലാവരും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന മദ്യക്കുപ്പി എടുത്തുകൊണ്ട് വരാൻ തലവർ പറയുകയും ആ മദ്യക്കുപ്പി കൊണ്ടുവന്ന് ഒരു കോക്ടെയിൽ ഉണ്ടാക്കാൻ വേണ്ടി വലിയ അണ്ടാവിലേക്ക് ഒഴിക്കുകയും ചെയ്യും. ഇത് ഒഴിച്ചിട്ട് ലാസ്റ്റ് തലവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ അണ്ടാവും വേണ്ടി തള്ളി താഴെയിടും. ഇത് തള്ളി താഴെയിട്ട് പുള്ളി ഒരു ഡയലോഗ് പറയും. എന്താ ഡയലോഗ് പറയുന്നത്? മദ്യ വിഷപാടത് ഉണ്ടാക്കരുത്, അത് കുടിക്കരുത് എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഞാനാണ് ചേട്ടാ ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ നമുക്കൊരു മെസ്സേജ് ഓഡിയൻസ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ മദ്യം കുടിക്കുന്നവർ ഇത് കേട്ടിട്ട് ഇന്നു മുതൽ തലവർ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നു മുതൽ കുടി നിർത്തുന്നു എന്ന് ഒരാളൊരു തീരുമാനം എടുക്കട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ അവർ പറയുന്ന പോലെ. അപ്പോൾ എനിക്ക് ഞാനെപ്പോഴും ഇതെന്തിനാ ഇങ്ങനെ. പക്ഷെ അത്രയും എക്സ്ട്രീമിസത്തിലേക്ക് തലവർ മാറാൻ പിന്നീട് എന്തെങ്കിലും സാധനം വരുമെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. സത്യരാജ് സത്യം മേടിക്കുന്നതാണ് ചേട്ടാ. ഏറ്റവും വലിയ സംഭവം സത്യരാജും ഈ രജനീകാന്തും തമ്മിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നില്ല. ആ എലമെന്റിനെ നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തില്ലല്ലോ. പ്രസന്റ് ചെയ്തു, പക്ഷേ ആ കാറിലിരിക്കുന്ന സംഭവമില്ല. പറച്ചില്ല. അവിടെ തന്നെ അവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ഓക്കെ ഇവർ സുഹൃത്തുക്കളാണെന്ന് ഓൾറെഡി ഒരു വാക്കിൽ പറയണം, നമ്മൾ സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമുക്കറിയാം ഒരു സുഹൃത്തുക്കളാണ്. പക്ഷെ നമുക്കതൊരിക്കലും സൗഹൃദത്തിന്റെ ഇത് നമുക്കൊരിക്കലും നമുക്കത് അതെ ആ അത് ഇത് ഡെപ്ത് ഇല്ലല്ലോ ഇവരുടെ സൗഹൃദത്തിന്. അപ്പം നമ്മളല്ലെങ്കിൽ ഇത് ഇയാൾക്ക് വേണ്ടി തിരിച്ചു വന്ന് കൊല്ലാനും മാത്രം ഇയാൾ എന്താ ഇവർ ചെയ്തേക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ, നമ്മളൊന്നും കണ്ടില്ലല്ലോ. അങ്ങനെ നമ്മൾ ആ കണ്ടത് രണ്ടുപേരും ഒരു കാറിന് ഇരുന്ന് സംസാരിക്കുന്ന സീനുണ്ട്. പിന്നെ ഫ്ലാഷ് ബാക്കിൽ ഒരു ചെറിയ ശ്രുതിഹാസൻ ആദ്യം രജനീകാന്തിനെ കാണുമ്പോൾ ഭയങ്കര ഹാർഷായിട്ട് പെരുമാറും. അത് തന്നെ. അപ്പം നമ്മളല്ലെങ്കിൽ എന്തിനാണ് ഇപ്പം ഇവർ തമ്മിൽ വഴക്കിടുന്നത്. അപ്പോൾ ആ റിവ്യൂലൊക്കെ വരുന്ന പോയിന്റ്സും നമ്മൾ ഭയങ്കര ടയർഡായി കണ്ടു. ഇപ്പം ആ സീൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മറ്റേ നമ്മുടെ ലൂസിഫറിനകത്ത് തുടക്കം മോഹൻലാൽ വരത്തില്ല അച്ഛനെ കാണാൻ, അപ്പോഴത്തേക്കും മഞ്ജു ആ സംഭവം അത് പക്ഷേ കുറച്ചുകൂടെ ക്ലീൻ ആയിട്ടാണ് അതിൻ്റെ റിവ്യൂലൊക്കെ വരുന്നത്. രജനീകാന്തിനോട് ശ്രുതിഹാസനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് പിന്നീട് വരുമ്പോഴത്തേക്കും നമുക്കത് എന്താ ഇതിങ്ങനെ എന്ന് തോന്നിപ്പോവും. വലിയ കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ എൻ്റെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ കാരണത്തിരിക്കുന്ന ഒരു സീനില്ല ഈ പറയുന്നത് ഈ വെള്ളം അടിക്കത്തില്ല 30 വർഷമായിട്ടെന്ന് പറയുന്നത് അത് ചുമ്മാ ഒരു സത്യം മേടിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സെറ്റിംഗ് ആൻഡ് പേ ഓഫിൻ്റെ ഒരു ചെറിയ എലമെന്റ് പേ ഓഫ് വർക്കാവുന്നില്ല. അതായത് ഈ വെള്ളം അടിക്കാത്തത് മദ്യത്തിനെതിരെയാണ്. 30 വർഷം മദ്യപിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പണ്ട് പുള്ളി 30 വർഷം മുമ്പ് സത്യരാജന് വാക്ക് കൊടുക്കുന്നു ഞാൻ മദ്യപിക്കില്ല എന്നുള്ള സംഭവം. എന്നിട്ട് ആ മദ്യപിക്കുന്ന ഒരു പോയിന്റ് അതാണ് ഈ പറഞ്ഞ പുള്ളി പറഞ്ഞ ഇന്റർവെൽ ഹൈ അവിടെയാണ് 30 വർഷത്തിന് ശേഷം പുള്ളി മദ്യപിക്കാനുണ്ടാവുന്ന കാരണം. അതാണ് ഇപ്പം നമ്മളിങ്ങനെ പറയുമ്പം അതെന്ത് കാരണമായിരിക്കും എന്നുള്ള സാധനം. പക്ഷെ അത് പേ ഓഫിന് പഞ്ചില്ല. അങ്ങനെ ഒരു രസമുള്ള കാരണമൊന്നുമില്ല. അതായത് പുള്ളി ഞാൻ ലോകേഷ് കനകരാജിന്റെ ആരാധകരായതുകൊണ്ട് പുള്ളി കൊടുത്ത എല്ലാ ഇന്റർവ്യൂ കണ്ട്, അതായത് തലവർ പറഞ്ഞാല് കിടന്നു പാത്തേ ഉക്കാന്ന് പാത്തേ നടന്നു പാത്തേ എല്ലാം അതായത് എനിക്ക് തോന്നുന്നു പുള്ളി കൊടുത്ത എത്ര ഇൻ്റർവ്യൂ ഉണ്ടായി എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആ ഇൻ്റർവ്യൂ എല്ലാം പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 3 പാർട്ടുള്ള ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ എല്ലാ ഇൻ്റർവ്യൂവും കണ്ടിരുന്നു. കാരണം ഇത് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ പുള്ളിയുടെ ഇൻ്റർവ്യൂസ് ഇങ്ങനെ പ്ലേ ഇട്ടുകൊണ്ടിരിക്കും. അപ്പം ഈ ഇൻ്റർവ്യൂവിലെല്ലാം എല്ലാ ഇൻ്റർവ്യൂവിലും ഫ്രീക്വൻ്റായിട്ട് പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പടത്തിൽ പുള്ളി ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ എന്താണ് ആൾക്കാർ കാണാൻ പോകുന്നത്, ലോകേഷ് ഏറ്റവും എക്സൈറ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ലോകേഷ് പറഞ്ഞു ഇതിൻ്റെ ഇൻ്റർവെല്ലിൽ ആൾക്കാർ എങ്ങനെ എടുക്കുമെന്ന് കാണുന്നുണ്ട്. കാരണം എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഇൻ്റർവെൽ സീക്വൻസ് ആയിരിക്കും ഇതെന്ന് പുള്ളി പറയുന്നത്. അപ്പം ഞാൻ ആക്ച്വലി എനിക്ക് സിനിമ തുടക്കം മുതലേ വർക്കാവുന്നില്ല, ഞാനിങ്ങനെ പോകും. എൻ്റെ മനസ്സിലുണ്ട് ഇൻ്റർവെല്ലിൽ പുള്ളി ഒരു സാധനം ഇടും, അതിൽ നമ്മളെല്ലാം വീഴും എന്നുള്ള ലൈനിൽ ഞാനിങ്ങനെ ഇരിക്കുക. വരട്ടെ വന്നു, വീണില്ല. അതാണ് പ്രശ്നം. അതായത് ഇൻ്റർവെല്ലാണെന്ന് ഞാൻ ഇൻ്റർവെല്ലെന്ന് ഇങ്ങനെ എഴുതി കാണിച്ചപ്പോൾ ഞാനിങ്ങനെ എനിക്ക് അയ്യോ ഇതാണോ ഇൻ്റർവെൽ, ഇതെനിക്ക് ഞാൻ വിചാരിച്ചൊരു, അല്ലെങ്കിൽ ഇതെന്താണ് ഇതിങ്ങനെ ഒരു ഭയങ്കര ഫ്ലാറ്റായിട്ടൊരു ഇൻ്റർവ്യൂ എന്നുള്ള. അത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട്, ബട്ട് അതിൻ്റെ ഇമ്പാക്ട് നമ്മളിലേക്ക് എത്തുന്നില്ല. അത് ഞാനിങ്ങനെ അത് എന്താണ് എനിക്ക് ഇമ്പാക്ട് ഉണ്ടാകുന്ന റീസൺ എന്താ പറഞ്ഞാൽ രജനീകാന്ത് അവിടെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളില്ലേ, അത് കാണിച്ചു കൂട്ടുന്ന ഒരു ഫ്രെയിം ഓഫ് മൈൻഡിലല്ല പുള്ളി നിൽക്കുന്നത്. കാരണം ഇത് സ്പോയിലറാണ്. സ്പോയിലറാണ്, നമുക്ക് ഓൾറെഡി പറഞ്ഞല്ലോ. ആ പോയിന്റിൽ സൗബിൻ മറ്റേ ഇവളെയും കൊണ്ട് പോയി. അപ്പം ഒരു സ്റ്റോറി വൈസ് ഒരു അർജൻസി ഉണ്ട്, പക്ഷേ ഒരു ക്യാരക്ടേഴ്സിനും ആ അർജൻസി തോന്നിക്കുന്നില്ല. അപ്പം നമുക്ക് സ്റ്റോറി വൈസ് ഇങ്ങനെ അർജന്റാ. അതായത് എപ്പോഴും ഈ ലോകേഷ് കനകരാജന്റെ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഒരു ടൈം ഫ്രെയിമിൽ നടക്കുന്ന കഥയാണ്. ഇപ്പം അങ്ങനെ ആക്കരുത്, അങ്ങനെയാണ് മിക്ക പടങ്ങളും. ഇപ്പം വിക്രമൊക്കെ എടുത്ത ഒറ്റ ദിവസത്തെ കഥയാണ് സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത്. അപ്പം അതേപോലെ ഞാനിത് കണ്ടപ്പോൾ വിചാരിച്ചു ഓക്കെ ഇൻ്റർവെൽ പോയിന്റ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി അങ്ങോട്ട് ഇപ്പോൾ ഈ പറഞ്ഞ അർജൻസി ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഒരു ഒറ്റ ദിവസത്തെ കഥയായിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ള ലൈനിൽ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ അത് ആ അർജൻസി നമ്മളിലേക്ക് എത്തുന്നില്ല. കാരണം രജനീകാന്ത് കൂടുതലായിട്ട് ഇവിടെ നിൽക്കുക. ഇടയ്ക്ക് രജനീകാന്ത് സൗബിൻ ചെയ്യുന്ന കാര്യത്തിൽ ടെൻഷനാവും, ഷെടാ അത് എന്ത് ചെയ്യും. അപ്പം നമ്മൾ വിചാരിക്കും ഓ ഇത് നോർമൽ ക്യാരക്ടറായി. പിന്നെ ഇടയ്ക്ക് രജനീകാന്ത് ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്താലും മൊത്തത്തിൽ കൺഫ്യൂസിങ്. അതായത് ഇപ്പം നമ്മുടെ ഈ പടത്തിൽ ഇത്രയും അധികം ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ. ഇപ്പം സൗബിനുണ്ട്, നാഗാർജുനുണ്ട്, ഉപേന്ദ്രയുണ്ട്, അമീർ ഖാനുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഇവരുടെ എല്ലാവരുടെ സ്ക്രീൻ പ്രസൻസും സ്വാഗും സ്റ്റൈലും ഒക്കെ ആൾക്കാർ പറയുന്നത്. ഈ സ്വാഗും സ്റ്റൈലും സ്ക്രീൻ പ്രസൻസും ഒക്കെ നിൽക്കട്ടെ, ഇവർക്ക് എല്ലാവരും ആക്ടേഴ്സാണ്. അപ്പോൾ ഇവരെല്ലാവരും പടത്തിൽ കൊണ്ടുവരുന്നതിന് എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവും. എന്തുദ്ദേശം എന്ന് ചോദിച്ചാൽ ഇപ്പം പറയുമ്പം ഒരു ഉദ്ദേശം ഇവരുടെ സ്വാഗും സ്ക്രീൻ പ്രസൻസും എന്ന് പറയും. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇവരുടെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഇപ്പോൾ സൈമൺ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, നാഗാർജുന എന്ന പേരിൽ നാഗാർജുന വരുമല്ലോ, നാഗാർജുന സൈമൺ എന്ന് പറഞ്ഞ ഒരാളായിട്ട് വരുന്നത്. അത് ആ ക്യാരക്ടറും ഭയങ്കര അണ്ടർവെൽമിംഗ് ആണ്. 7 തവണത്തെ സിറ്റിംഗ് ഇരുന്നിട്ടാണ് നാഗാർജുനെ കൊണ്ട് ഈ വില്ലൻ വേഷം ചെയ്യിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. ഈ നാഗാർജുനയ്ക്ക് വൃത്തിക്ക് എഴുതായിരുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ആ ക്യാരക്ടർ ഒരു ഭയങ്കര ക്ലീഷേ ഒരു വില്ലൻ ഒന്നുമില്ല, അത് ഒരു റിവീലില്ലേ, ആ ക്യാരക്ടറിന് ആർക്കും ഇല്ല. ആ ക്യാരക്ടർ നന്നായിട്ട് എഴുതിയിട്ടില്ല. ഒരൊറ്റ സീനിൽ പോലും പുള്ളിയെ കണ്ടാൽ കൈയടിക്കാൻ തോന്നത്തേ ഇല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണൽ വന്നത് പുള്ളി ഭയങ്കര അൺകംഫർട്ടബിളാണ് ഈ റോള് ചെയ്യുന്നതിൽ. ചേട്ടൻ ശ്രദ്ധിച്ചു, അത് പുള്ളിയുടെ മുഖത്ത് ഒരു ഡൗട്ടുണ്ട്. അതായത് ഇത് ശരിയാണോ ഞാൻ ചെയ്യുന്നത് എന്നുള്ളൊരു ഡൗട്ട് ഉള്ള പോലെയാണ് എല്ലാ സീനും. അത് പുള്ളിക്ക് നമ്മൾ പറയുന്നില്ലേ ഒരു വയ്യാഴി എല്ലാ സീനും തോന്നിയില്ല, ഇങ്ങനെ മിക്സ്ഡ് ആണ്. ചില സീൻ ഓക്കെ ആയിട്ട് വരും, പിന്നെ തമിഴ് പറയുന്നതിന് ഒരുപാട് അതായത് തമിഴ് പറയുന്നത് പുള്ളി മറ്റേ തെലുങ്ക് ഒരു ആക്സെന്റ്, അത് ത്രൂ ഔട്ട്. പിന്നെ ഹൈദരാബാദിലാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് ചിലപ്പം അങ്ങനെയൊക്കെ. അല്ല പക്ഷെ അങ്ങനെയല്ലടാ, പുള്ളി സ്ലിപ്പ് അനക്കുന്ന വേറെ രീതിയിലും അല്ല അത് വരുന്ന തമിഴ്. അത് രജനീകാന്ത് തന്നെ പറയുന്നുണ്ടല്ലോ, ഇവരെ കൊണ്ട് ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഡയലോഗ് തെറ്റിപ്പോയാലും ലോക്കി ഒന്നും എടുക്കണമെന്ന് ചോദിക്കുമ്പോൾ ഡബിങ്ങിലെ 10 കിലോ എന്ന് പറഞ്ഞ് വിടുക. അപ്പോൾ അത് പുള്ളിക്കായിരുന്നു ഏറ്റവും കൂടുതൽ. പുള്ളി വേറെന്തോ വാവച്ചനക്കുന്നു. ഈ പടത്തിൽ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ പടത്തിലൊരു മെയിൻ വില്ലൻ ക്യാരക്ടറായിട്ട് വന്ന നാഗാർജുനയല്ല, അത് സൗബിൻ സൗബിനാണ്. നമ്മൾ വിചാരിക്കുന്നത് സൗബിനെയാണ് നമ്മുടെ ലീഡ് വില്ലനായിട്ട് കാണിക്കുന്നത്. സൗബിൻ്റെ മേളിൽ ഒരാളുണ്ടെങ്കിൽ സൈമൺ. മേളിലെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സൗബിനേക്കാൾ അണ്ടർവെൽമിംഗ് ആയിട്ടൊരു വില്ലനായിരുന്നു നാഗാർജുന. സൗബിൻ അത്ര വലിയ വില്ലനാണെന്നുള്ള ലൈനിലല്ല ക്യാരക്ടർ. സ്ക്രീൻ പ്രസൻസ് വൈസ് അത്ര വില്ലനല്ലായിരുന്നു. പുള്ളിയുടെ ക്യാരക്ടർ വൈസ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹമാണ്. ഈ ദയാൽ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് നമുക്ക് കുറച്ച് വില്ലനാണ്. മറ്റേ സൈമൺ ദയാലിനേക്കാൾ കുറച്ചുകൂടെ പാവപ്പെട്ടവരാണ്. അങ്ങനെയാണ്. സൈമണിനെ വലിയ പേടിയൊന്നുമില്ല, കാണിക്കാം. നമുക്ക് ഈ സൈമണിന്റെ ക്യാരക്ടർ വന്ന് ഈ ആൾക്കാരെ കൊല്ലുന്ന സീനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ബേസിക്കലി വില്ലൻ ക്യാരക്ടർ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് തോന്നണം ഓ നായകൻ ഇയാളുടെ അടുത്ത് പെട്ടാൽ തീർന്നു, അല്ലെങ്കിൽ നായകൻ ഇയാളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ ഭയങ്കര പാടാണ് എന്ന് അതറിയാമെങ്കിലും നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാക്കുമല്ലോ. നായനൊപ്പം നിൽക്കുന്നൊരു വില്ലനെങ്കിലും ഉണ്ടാക്കണ്ടേ, അതില്ലാത്തൊരു ഭയങ്കര. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര വീക്ക് ആ പാർട്ടൊക്കെ. അപ്പം നമ്മളാകുമ്പോൾ ഇതെന്താണിത് ഇവർക്ക് ഒരു നമ്മൾ പറയുമ്പോൾ അത് കറക്റ്റ് കൊക്കിൻ്റെ സ്റ്റൈലായി ഇപ്പം വയ്യ ആ വൈബ. അതായത് തലവരോട് ഫോൺ എടുത്ത് ഉപയോഗിക്കാൻ പറഞ്ഞ തലവരുടെ മന സാധനം
അതായത് ആൻഡ്രോയിഡ് iOS അല്ല വേറെ സോറി അതെ അതായത് തലവരോട് ഒരു സീനിൽ ഇപ്പം ഫോൺ വിളിക്കാൻ പറഞ്ഞാൽ പുള്ളി ഇങ്ങനെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ. അപ്പം നമ്മൾ ഇത് ആക്ച്വലി നമ്മൾ ഞങ്ങൾ കളിയാക്കല്ല. അതായത് ഈ സീൻ തിയേറ്റർ നടക്കുമ്പോൾ ഞങ്ങളുടെ ബാക്കി നിന്നവരൊക്കെ ഇതെന്തോടെ കാണിക്കുന്നത് എന്ന് ബാക്കി നിന്നവർ പറയുന്നുണ്ട്. ഞാനിത് 1-2 പടത്തിൽ ശ്രദ്ധിച്ചു. ഇതിനു മുമ്പ് നമ്മുടെ ജയിലറിനകത്ത് ആ പാട്ട് സീനകത്ത് കൊച്ചിനെ നഖം പെട്ടി കൊടുക്കുന്ന സീനുണ്ട്. അതിൽ ഈ നഖം പെട്ടി ഉണ്ടല്ലോ കാലിൻ്റെ വിരലിൻ്റെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ അത് വെച്ചിട്ട് ഇങ്ങനെ അഭിനയിക്കുക. അപ്പോൾ അത് പറയുമ്പോൾ മറ്റേ മോനെ ഇത് മേക്ക് ബിലീഫ് അല്ലേ എന്ന് പറയുന്ന പോലെ ഈ ഫോൺ ഉപയോഗിക്കുമ്പം ഇങ്ങനെ ചെയ്യുന്നത് ഒരു മേക്ക് ബിലീഫാണ് എന്ന് പുള്ളി ചിന്തിക്കുന്നുണ്ടോ. ഇത് ആക്ച്വലി ഫോൺ ഇങ്ങനെ നമ്മൾ യൂഷ്വലി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് സാർ അതുപോലെ ചെയ്തു എന്ന് ലോക്കി ഒന്ന് പറഞ്ഞാൽ അത് പുള്ളി ചെയ്യും. ഇനി ഒരു കാര്യത്തെ പറ്റി പറയാനുണ്ട്. പടത്തിൻ്റെ ആക്ഷൻ സീക്വൻസ്, അതായത് ഇതിന് അൻപറിവാണ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. ലോകേഷ് കനകരാജൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ആക്ഷൻ സീനുകളുടെ ഒരു സെറ്റിംഗ് ഉണ്ട്. അതായത് ഒരു ആക്ഷൻ സീൻ നടക്കാനുള്ള ഒരു 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 എന്താ പറയുക മോട്ടീവ് ഉണ്ടാക്കി അതിന് നമുക്ക് ഇപ്പോൾ അടിക്കട എന്ന് പറയുന്ന ആ വൈബ് ഉണ്ടാക്കി എടുക്കാൻ പുള്ളി എല്ലാ പടത്തിലും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കും അറിയാം ഇവിടെ അടി പൊട്ടിയാൽ നമുക്കൊരു ഹൈ കിട്ടുമല്ലോ എന്ന്. ഈ സിനിമയിൽ ലിറ്ററലി ഒരു സീനിൽ എനിക്കത് കിട്ടിയില്ല. ആക്ഷൻ സീക്വൻസിന് കൊറിയോഗ്രാഫിയും അവിടെ എവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ചിലതൊക്കെ കുറച്ച് ഐഡിയാസ് ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ഒരു എക്സിക്യൂഷൻ അത് ഭയങ്കര എക്സിക്യൂഷനാണ് എഡിറ്റിങ്. ഇത് രണ്ടിലും ഇത് ഭയങ്കര ഡൗൺ ഇരുന്ന് പോയി. നമുക്ക് ലേഡീസ് ഹോസ്റ്റലില്ല അവിടുത്തെ അടി ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് രസമാണ്. അതിലൊരു ഫണ്ണുണ്ട്. പക്ഷെ അത് ആ ഫണ്ണിലേക്ക് നമ്മൾ ഫുള്ളി എത്തുന്നില്ല, നമ്മൾ ഇൻവോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഈ പടത്തിൽ ഇപ്പം ഞാൻ ത്രൂ ഔട്ട് ഇങ്ങനെ 3rd person വ്യൂ ഇങ്ങനെ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന രീതിയിൽ ആയിപ്പോയി. അതുകൊണ്ട് ചിലപ്പോൾ കുറച്ചുകൂടെ ഇൻവോൾവ്മെന്റ് എൻ്റെ കുറവായിരുന്നു. ബട്ട് തുടക്കം തൊട്ട് ഈ പടത്തിൽ ആരെങ്കിലും ഇൻവോൾവ് ആയെങ്കിൽ എനിക്കൊന്ന് ആ സീൻ കുറച്ചുകൂടെ എൻജോയ് ചെയ്യും. അങ്ങനെയാണ് ആ ഒരു ലേഡീസ് ഹോസ്റ്റൽ സീൻ ഉണ്ട് ഇങ്ങനെ പ്രീതിയെ വിളിച്ചോണ്ട് പോകാൻ വേണ്ടി വരുന്നൊരു ഫൈറ്റ് സീൻ. അവിടെ ഒരു ഫൈറ്റ് സീൻ വരും. പക്ഷെ അതിന്റെ ഇൻട്രോ ഒക്കെ ഉള്ളായിരുന്നു. തുടരാപ്പാക്കില്ല അങ്ങനെ എന്തോ അത് തിരിഞ്ഞു വരുന്ന സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മൾ അവിടെ പോയി നമ്മൾ വിചാരിക്കും ഇവിടുന്ന് പടം കൊണ്ട് കയറും. പക്ഷെ അവിടെ നിന്ന് പടം കയറില്ല. പടം ഇങ്ങനെ പിന്നെ ഒരു ഫ്ലാറ്റ് സീൻ എഴുതി വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവനെ പോയി കണ്ടിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാന്ന് പറയുന്നു. പിന്നെ അവിടെ ജോലി അപ്പൊ നമ്മളിങ്ങനെ അതെ അതായത് ഇത്ര ആൾക്കാരെ അടിച്ചു ഇത്ര ആൾക്കാരെ അടിച്ചിട്ട് അവിടെ ചെന്ന് അവരുടെ എല്ലാവരും മുമ്പ് വെച്ച് ഒരുത്തരം അടിക്കുന്നുണ്ട്. അപ്പോഴ് എനിക്ക് എപ്പോഴും തോന്നുന്നുണ്ട്. കാരണം ഈ ഇവർക്കൊരു പ്ലോട്ട് ആർമേഴ്സ് ഉണ്ടല്ലോ, അത് മെയിൻ ക്യാരക്ടേഴ്സിന് പ്ലോട്ട് ആർമർ ഉണ്ട്. അതായത് ഒരു കാരണവശാൽ ഇവർക്ക് അപകടം പറ്റാൻ പാടില്ല, ഇവർ മരിക്കാൻ പാടില്ല. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരെ കൊന്നു തള്ളിയാൽ വില്ലന്മാർക്ക് ഒന്നും സംഭവിക്കില്ല. മെയിൻ ക്യാരക്ടർ ആണെന്നാണ് അവരുടെ പ്ലോട്ട് ആർമർ. അതുകൊണ്ട് അവർക്ക് അത് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത്. സൂപ്പർ സ്റ്റാർ ആണ് എന്നതുകൊണ്ടാണ് രജനീകാന്തിന്റെ ക്യാരക്ടറിനെ അവർ കൊല്ലാതെ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ പടത്തിന് ചേരത്തില്ല. അതാണ്. അതിപ്പോ ജയിലർ പോലൊരു പടത്തിലാണെങ്കിൽ ഇങ്ങനത്തെ സംഭവിക്കുന്ന സൂപ്പർ സ്റ്റാർ തൊടാൻ പറ്റുവാടാന്ന് നമുക്ക് ചോദിക്കാം. പക്ഷേ ഇത് നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് രജനീകാന്ത് ആയിട്ടല്ല 100%. ദേവ 1-2 സീനിൽ അങ്ങനെ ആവുമെങ്കിലും പക്ഷെ ദേവായിട്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത്രയും പ്ലോട്ട് ആർമർ വരുമ്പോൾ നമുക്ക് കാരണം ഈ ലോകേഷ് കനകരാജ് ഈ പടത്തിലും ഈ നായകനെ ഗ്രൗണ്ടഡ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ഗ്രൗണ്ട് ആയിട്ട് നിൽക്കുന്ന ക്യാരക്ടർ തന്നെ അവിടെ ഇവിടെയൊക്കെ ചെത്തുമ്പോഴത്തേക്ക് പെട്ടെന്ന് സൂപ്പർ സ്റ്റാർ ആവുന്നുണ്ട്. ഇൻകൺസിസ്റ്റൻസി ഉണ്ട്. അങ്ങനെ ഇതിനകത്തൊരു പോസിറ്റീവ് ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് ത്രൂ ഔട്ട് രജനീകാന്തിന്റെ ആക്ടിങ് എനിക്ക് അത്യാവശ്യം രസം. അപ്പോൾ ആ സീനൊക്കെ ആണെങ്കിലും നമ്മളിത് കുളവാക്കാത്ത രീതിയിലാണ് അത് ഹാൻഡിൽ ചെയ്തേക്കുന്നത്. സത്യരാജൻ്റെ അവിടെ തൊട്ട് സത്യരാജൻ്റെ മരണം സീക്വൻസ് ഉണ്ട്. ഇപ്പോൾ മറ്റേ ശ്രുതിദാസിൻ്റെ വീട്ടിൽ പോകുന്നതും ആ സീക്വൻസൊക്കെ ഇച്ചിരി വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇത് ജമ്പ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് നമുക്കത് ഫുള്ളി ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അതൊക്കെ നല്ല സീനുകളാണ്. സ്ഥിരം തമിഴ് പടത്തിലുള്ള സംഭവമാണ്. നോക്കിയാൽ മതി. നിങ്ങളൊരു 30 തമിഴ് പടം ഇന്നെടുത്ത് കണ്ടു നോക്കുവാണെങ്കിൽ പടം തുടങ്ങുന്ന ഒരു വോയിസ് ഓവറിൽ നിന്നായിരിക്കും. അതിന് ഭയങ്കര 30 പടത്തിൽ 10 ഗവൺമെന്റ് വേണം. 25 പടമെങ്കിലും ഒരു വോയിസ് ഓവർ ചെയ്യുന്നത്. വോയിസ് ഓവർ വന്നിട്ട് ഇതാ ഇന്ത ഗ്രാമം, ഇത് നമ്മുടെ നായകൻ, ഇത് നമ്മുടെ നായിക, ഫുള്ള് പറഞ്ഞിട്ടാണ് അവർക്ക് അത് അല്ലാതെ പറയാൻ അവർക്കൊരു ഒരു റൈറ്റിംഗ് കിട്ടാത്ത പോലെ. ഒന്നെങ്കിൽ ഈ വോയിസ് ഓവർ സിസ്റ്റം ഭയങ്കരമായിട്ട് അവർക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ അതേ അവർക്ക് അറിയത്തുള്ളൂ. ഇതിനകത്തും അതുപോലെ തന്നെ വോയിസ് ഓവർ പോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഒരാളുടെ സംസാരം അതെനിക്ക് ഇനിഷ്യലി മനസ്സിലായത് വോയിസ് ഓവർ അല്ല, അതൊരു ക്യാരക്ടർ നരേറ്റ് ചെയ്തതാണ്. സിമിലർ ഇമ്പാക്ട് ആണ്. അങ്ങനെ ഈ വില്ലന്മാരെ ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ രജനീകാന്താണ് ഇത് കണ്ടുപിടിക്കുന്നതെങ്കിൽ പിന്നെയും ഒരു അതെ അപ്പോഴും നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. രജനീകാന്ത് ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടാണ് ഈ സൈമനെ കണ്ടുപിടിക്കുന്നത്. അതായത് ദയാൽ ആരാണ്, സൈമൺ ആരാണെന്നൊക്കെ ഈ മെയിൻ ക്യാരക്ടർ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഓഡിയൻസ് മനസ്സിലാക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയില്ല. ഇതിപ്പോ നമ്മുടെ അടുത്തെല്ലാം ഓൾറെഡി പറഞ്ഞു. ആയത് 10 മിനിറ്റ് പോലും 5 മിനിറ്റിൽ ഇതെല്ലാം പറഞ്ഞു മൊത്തം ഇൻട്രൊഡ്യൂസ് ചെയ്തെല്ലാം പറഞ്ഞു. നമുക്ക് കൺഫ്യൂഷൻ, കുറേ ക്യാരക്ടേഴ്സിന്റെ പേരും ഇതൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് പിന്നെ രജനീകാന്തിന്റെ അടുത്ത് വരുന്നു. പിന്നെ രജനീകാന്തിന്റെ ഒരു ബാക്ക് സ്റ്റോറി 30 വർഷം ഞാൻ വെള്ളം അടിച്ചിട്ടില്ലെന്ന് പറയുന്നു.
പിന്നെ ഇവിടെ അങ്ങനെ വരുമ്പോഴത്തേക്കും കുറേ ഇൻഫർമേഷൻ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് സൂഹിക്കുന്നില്ല. ആക്ച്വലി പിന്നെ പടത്തിൻ്റെ മേജർ ഒരു ഹൈലൈറ്റ്, അതായത് ഒരു പോസിറ്റീവ്, എന്നെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവ് ആയിരുന്നു അനിരുദ്ധിൻ്റെ മ്യൂസിക്. കാര്യം ഞാൻ ഈ പടത്തിൻ്റെ ഇതിനു മുമ്പ് ഇറങ്ങിയ സോങ്സ് ആയാലും എല്ലാം കേട്ടിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി മോബ്സ്റ്റാർ എന്ന് പറഞ്ഞ സോങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനം. ഞാൻ ഭയങ്കര ലൂപ്പിൽ കേട്ടോണ്ട സാധനം. അത് കറക്റ്റ് ഇറങ്ങുന്നത് ട്രെയിലർ ലോഞ്ചിൻ്റെ ടൈമിൽ. കൂലി പവർ സ്റ്റാർ അല്ലല്ല, അത് മറ്റേ അലല്ലപ്പല്ലേ ആ സാധനം. അപ്പോൾ അത് ആക്ച്വലി ട്രെയിലർ റിലീസിന് തൊട്ട് മുമ്പ് ഇത് റിലീസാകുന്നത്. അപ്പോൾ ഞാൻ ഈ ഐ ആം ദി ഡേഞ്ചറും ഈ മോബ്സ്റ്റർ ഇങ്ങനെ കേട്ടോണ്ട് മോബ്സ്റ്റർ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഞാനതിങ്ങനെ ലൂപ്പിൽ കേട്ടോണ്ട സമയത്താണ് ട്രെയിലർ റിലീസാകുന്നത്. അപ്പോൾ ട്രെയിലറിൽ എല്ലാവരും പ്രതീക്ഷിച്ചത് മറ്റേ പവർ ഹൗസ് സോങ് യൂസ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ മോബ്സ്റ്റർ ഇട്ടപ്പോൾ തന്നെ ട്രെയിലറല്ല ഒരുപാട് പേർക്ക് ഭയങ്കര മിക്സ്ഡ് റെസ്പോൺസ് ആയിരുന്നു. ഇതെന്ത് മ്യൂസിക്കാണ്, ഭയങ്കര ശോകം മ്യൂസിക് എന്നുള്ള ലൈനിലാണ് എന്നാൽ ട്രെയിലറിലെ ഈ മോബ്സ്റ്റർ സോങ്ങിനെ ഒരുപാട് പേര് പറയുന്നത്. അപ്പോൾ ഞാനപ്പോൾ ആലോചിച്ച് ഈ എൻ്റെ ആൽബത്തിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാട്ടാണ് മോബ്സ്റ്റർ. അപ്പോൾ അതിൽ പവർ ഹൗസ് സോങ്ങാണ് എല്ലാവരും ആഗ്രഹിച്ചിരുന്നത് ട്രെയിലറിൽ വരുമെന്ന്. ഞാൻ ഈ മോബ്സ്റ്റർ പടത്തിൽ എവിടെ ആയിരിക്കും യൂസ് ചെയ്യുന്നുള്ള ലൈനിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വന്നിട്ട് അത് വന്നപ്പോഴും പാട്ട് തിയേറ്ററിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ ഓക്കെ, പക്ഷേ സീരി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് പേഴ്സണലി എനിക്ക് ഉപേന്ദ്രയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ജസ്റ്റ് പുള്ളി ഒന്നും ചെയ്യാനില്ല പുള്ളിക്ക്. എനിക്ക് വിഷമം തോന്നി. പുള്ളി വന്നിട്ട് നിൽക്കുന്നത് ആ ഒരു 10 ഗുണ്ടകൾ നിൽപ്പുണ്ടല്ലോ പുള്ളിയുടെ കൂടെ തന്നെ, അവരുടെ കൂടെ ഒരാളായിട്ട് നിൽക്കുകയാണ് ഉപേന്ദ്ര വരുന്നത്. അപ്പം ഞാനും ആലോചിച്ചിട്ട് ഇയാളെ കൊണ്ടുവന്നിട്ട് അയാൾ ഇൻട്രോ അടിപൊളിയായിരുന്നു. പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ ക്യാരക്ടർ സെറ്റപ്പ് പേ ഓഫ് എനിക്കും വർക്കായിരുന്നു. അപ്പോൾ അത് ആ സാധനം നമുക്ക് പടത്തിലൊരു ട്രെയിലർ കണ്ട ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, ഇവരുടെ ദേവ മാൻഷനിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസ്. ആ ഫൈറ്റ് സീക്വൻസിൻ്റെ ഒരു അതിൻ്റെയും പ്ലേസ്മെന്റ് അത് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. അതെ, പ്ലേസ്മെന്റ് എന്ന് മാത്രമല്ല അതിനകത്തൊരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ലോ മോഷൻ. ഞാൻ പറഞ്ഞല്ലോ പുള്ളി ഫൈറ്റ് സീക്വൻസിനകത്ത് സ്ലോ മോഷൻ വളരെ കുറച്ച് ഉപയോഗിക്കുന്ന ഒരാളാണ്. ഒരു സീക്വൻസ് ഉണ്ട്, രജനീകാന്ത് ഒരു 3-4 പേരെ ഒരുമിച്ച് അടിക്കും. അല്ല 3-4 പേരെ ഒരുമിച്ച് അടിക്കുമല്ലോ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട്. ഫുള്ള് ഹെഡ് റീപ്ലേസ്മെന്റ്. അപ്പോൾ പ്രശ്നം വെച്ചാൽ ഹെഡ് ഇങ്ങനെ ഇളകും. അല്ല അത് രണ്ടുപേർക്കുണ്ട്. ഉപേന്ദ്രയുടെ ഒരു സീനകത്ത് അതുണ്ട് രണ്ടുപേർക്കും. പക്ഷേ രജനീകാന്തിന് അത് ഭയങ്കര എവിഡന്റ് ആയിട്ട് കിട്ടുന്ന സംഭവം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് സ്ലോ മോഷനിൽ കാണിക്കും. അവിടെ സ്ലോ മോഷൻ ആണ്, വൈഡ് ഷോട്ട് ആണ്, ഒരു കണ്ടിന്യൂസ് ഷോട്ട് ഫ്രണ്ടിൽ നിന്ന് തന്നെ നേരെ എടുത്തേക്കാണ്. അപ്പൊ അത് നമുക്ക് ഹൈഡ് ചെയ്യാനൊരു സാധനമില്ല. അതെ, ഈ രജനീകാന്തിന്റെ ഫേസ് ഇങ്ങനെ വേറൊരു ബോഡിയിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ആ തല ഇങ്ങനെ തലയ്ക്കാത്ത വലിയ എക്സ്പ്രഷൻ ഒന്നും ഇല്ല. ഒരു ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ട് തലയുടെ ഇങ്ങനെ ഭയങ്കര അത് നമ്മൾ നോക്കുമ്പോഴേ ആക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ലോ മോഷൻ കൂടെ. അപ്പൊ ഈ ഹെഡ് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ആവും. അപ്പൊ അത് ഏറ്റവും വലിയ എനിക്ക് ഭയങ്കര ഡിസപ്പോയിന്റ് ആണ്. ഈ പടത്തിലെ മെയിൻ വില്ലനാണ് നാഗാർജുനയും രജനീകാന്തിൻ്റെ ഒരു ഫേസ് ഓഫ് ഉണ്ട് ക്ലൈമാക്സിൽ. അവിടുത്തെ ഒരു സെറ്റിങ്ങും ആ ആക്ഷൻ സീക്വൻസും ഒക്കെ ഭയങ്കര ശോകം. നമുക്കിത് ക്ലൈമാക്സ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ പോടാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിച്ചുവിടും ആൾക്കാർ. അങ്ങനത്തെ ഒരു സീൻ അവിടെയാണ് ശരിക്കും രണ്ടുപേരുടെ ഏജ് കാരണം അവർക്ക് തീരെ അത് പവർ ആവണമെങ്കിൽ ഇത് സൂപ്പർ സ്റ്റാർസ് ആണ് ഫൈറ്റിംഗ്. ബട്ട് ഈ ഏജിലല്ലായിരുന്നു ഇങ്ങനെ ഒരു സീൻ കൺസീവ് ചെയ്യേണ്ടത്. ഈ ക്ലൈമാക്സിൽ നാഗാർജുന രജനീകാന്ത് ഫേസ് ഓഫ് അവിടെ ഒരു രജനീകാന്തിൻ്റെ ഫ്ലാഷ് ബാക്ക് പുള്ളി ഒരു കൈദിയിൽ പുള്ളിയുടെ ഫ്ലാഷ് ബാക്ക് പറയുന്ന ഒരു സിംഗിൾ ഷോട്ടില്ലേ അതേപോലെ സിമിലറായിട്ട് ഇതിൽ രജനീകാന്ത് ഒരു സിംഗിൾ ടേക്കിൽ ഒരു ഡയലോഗാണ് ഇങ്ങനെ ത്രൂ. പക്ഷെ അത് ഒട്ടും എൻഗേജിങ് അല്ല. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ലോസ്റ്റ് ആയി. കാരണം എനിക്കത് കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ 2 ഡയലോഗ് കഴിയുമ്പോഴേക്കും അത് അടുത്ത കട്ട് വരും. പക്ഷേ ഇത് ഇങ്ങനെ ഒരു വൈഡിൽ നിന്ന് പതിയെ ഇങ്ങനെ പോയി അതൊരു ക്ലോസ് അപ്പ് ഷോട്ടിലേക്ക് ഇങ്ങനെ പുഷിനായി ക്യാമറ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഞാനിങ്ങനെ കേട്ടിട്ട് അത് അടുത്ത സീൻ വരട്ടെ. കാരണം ഇത് കഥ എന്തോ ഇത് ചുമ്മാ പുള്ളി ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. ഇത് പറയുമ്പോൾ തമാശ എന്ന് വെച്ചാൽ അപ്പുറം ഒരു റൂമിൽ സുധിഹാസനെ ഒരു ബെഡിൽ കിടന്നിട്ട് ഒരു വോക്കി ടോക്കി വെച്ചിട്ട് അതിങ്ങനെ കേട്ടോണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഇവൻ ഇത് സമ്മതിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുക. ആ പരിപാടി ത്രൂ ഔട്ട് പടത്തിലുണ്ട്. അതായത് എല്ലാ പോയിന്റിലും ശ്രുതിഹാസനാണ് മറ്റേ വാൻറ്റേജ് പോയിന്റ്. അതായത് ശ്രുതിഹാസനെ വെച്ചിട്ടാണ് എല്ലാവരും ബേരം പേസുന്നത്. ആദ്യം സൗബിൻ കൊണ്ടുപോയി കുറെ കെട്ടിയിടും. അത് കഴിയുമ്പോഴത്തേക്കും സൈമൺ പിടിച്ചു. അതിനു മുമ്പ് സത്യരാജനെ പിടിക്കുമ്പോഴത്തേക്കും ശ്രുതിഹാസനെയാണ് കൊണ്ട് പിടിച്ചോടും. അതല്ലേ ഇത് മറ്റേ ഡാംസൽ ഇൻ ഡിസ്ട്രസ് എന്ന് പഴയ പരിപാടിയില്ലേ, അത് തന്നെ അത് ഒറ്റത്തവണ തട്ടിക്കൊണ്ട് പോയിട്ട് ഈ സാധനമുണ്ട്. ഇത് ശ്രുതിഹാസനെ 4-5 തവണ തട്ടിക്കൊണ്ട് പോയിട്ടാണ് എല്ലാവരും അത് ആ സീനൊക്കെ ബേസിക്കലി നമ്മൾ ആലോചിച്ചാൽ അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ചിലപ്പോൾ രസമായിരിക്കും. പക്ഷേ ക്ലൈമാക്സ് ആ സീനൊക്കെ ഭയങ്കര കോമഡി ആയിരുന്നു എനിക്ക്. അതായത് അതുകൊണ്ട് ഈ ക്യാരക്ടറിനോട് ഇത്ര ദേഷ്യം അനുഭവം ഉണ്ടായിട്ടും ചേട്ടാ റിയാക്ട് ചെയ്യാൻ പഠിച്ചു. ചേട്ടാ ഇത്ര ആൾക്കാരെ കൊല്ലാൻ വിട്ട ആൾക്കാരെ എല്ലാം കൊന്ന ആൾ വില്ലൻ നായകൻ വന്ന് ഫ്രണ്ട് ഇരിക്കുക വില്ലൻ്റെ. അപ്പോൾ വില്ലൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നീ പറ നിൻ്റെ കഥ കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വോക്കി ടോക്കി ഓൺ ചെയ്തിട്ട് അവിടെ വെച്ചിരിക്കുക. അപ്പോൾ കഥ പറഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ ഉടനെ അവളെ കൊല്ലാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പുറം റൂമിൽ ഒരുത്തണം. അപ്പോൾ അയാൾ ഈ
കേട്ടിട്ട് അയാൾ ഇത് കേട്ടി കഥയും കടിക്കുന്ന പറഞ്ഞു എനിക്ക് ആക്ച്വലി ആ സ്റ്റോറി ലൈനും ഒരു സിനിമ ആക്കാനുള്ള സാധനം ഉണ്ട്. അതായത് ഈ 18 കൂലികളുടെ ഒരു സംഭവം ഇത് ഐഡിയ ആയിട്ട് ഉള്ളേ ഉണ്ട്, പക്ഷേ പ്ലേസ് ചെയ്യാനുള്ള സംഭവം എന്ന് വെച്ചാല് പടത്തിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം എല്ലാം ഇതുപോലെ ഗ്ലിംസ് പോലെ കാണിച്ചു കിട്ടും. എന്നിട്ട് ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത ഒരു ട്രാക്കിലേക്ക് പടം പോകും. ഇതാണ് ഈ അടുത്ത കുറേ നാളുകളായിട്ട് കാണുന്ന വലിയ സിനിമകളിലുള്ള പ്രധാന പ്രശ്നം. പിന്നെ ഈ പടത്തിൽ ഏറ്റവും അവസാനം നമ്മൾ ഈ റോളക്സ് വിക്രത്തിൽ വന്ന പോലെ എനിക്ക് തോന്നുന്നു അതിനുശേഷം എനിക്ക് പേഴ്സണലി ഒരു അതുവരെയുള്ള പടം കുറച്ച് മടുപ്പായതുകൊണ്ട് അത് പോസിറ്റീവാണ്. അല്ല ഞാൻ കാര്യമുണ്ട്, അതായത് ഈ വിക്രം വന്നതിന് ശേഷം ഈ ലാസ്റ്റ് ഒരു ക്യാമിയോ വരുന്ന ഒരു ശീലം തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എല്ലാ അവന്മാരും ഇത് പരീക്ഷിച്ച് പരാജയപ്പെട്ടു. അതായത് മറ്റേ സൂര്യയുടെ അടുത്ത് കാർത്തി വരുന്ന അതൊരു പടം കങ്കുവ ചേട്ടത് എല്ലാ സിനിമയിലെ എൻഡിങ്ങിൽ ഒരു പുതിയ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, അത് അഭിനയിക്കാൻ വരുന്നൊരു സ്റ്റാർ. അപ്പോൾ എൻഡിങ്ങിൽ ഒരു ഹൈ അവിടെ നിൽക്കുമല്ലോ. ഇത് വിക്രത്തിൽ വർക്കായി. വിക്രം കഴിഞ്ഞിട്ട് ഇത് പലരും എടുത്തടിച്ചിട്ട് സെറ്റായില്ല, ആർക്കും സെറ്റായില്ല. ലോകേഷ് അതേ ട്രാക്ക് വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത പോലെയാണ് ഈ അമീർ ഖാൻ വന്നപ്പോൾ തോന്നിയത്. പക്ഷേ ചേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് അമീർ ഖാനെ നമ്മൾ ഇങ്ങനെ കാണാത്ത ഭയങ്കര സംഭവം നടക്കുന്നു. പക്ഷേ വന്നു കഴിഞ്ഞുള്ള സീനകത്തും പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ബേസിക്കലി ഒരു കോമഡി പുള്ളിയുടെ അവരുടെ എൻഡിങ് നമ്മൾ എന്തിനാണ് നമ്മളിത് കാണുന്നത് നമ്മൾ ആലോചിച്ചു ആ സീൻ. കാരണം ഈ കുറെ കാലമായിട്ട് അമീർ ഖാൻ ഒരേ ആക്ടിങ് തന്നെയാണ് പുള്ളിയുടെ പുതിയ പുതിയ പടങ്ങൾ വരുമ്പോഴും. മറ്റേ ആ ഒരു ഇന്നസെന്റ് മണ്ടൻ ആ ഒരു ലൈനില്ലേ നമ്മുടെ ഏത് പടത്തിൽ നിന്നാണ് പി കെ ലൈൻ, പി കെയുടെ ഹാങ് ഓവർ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ അത് കഴിഞ്ഞ് പറഞ്ഞ എല്ലാ പടത്തിലും അതിൻ്റെ ഒക്കെ വ്യത്യസ്തമായിട്ട് നല്ല രസമുള്ള ലുക്കാണ്. വരച്ച് മറ്റേ ടാറ്റു ഒക്കെ അടിച്ച് അത് രസമുള്ള ലുക്കാണ്. പുള്ളി എൻജോയ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ സംഭവം ആ സീനൊന്നും ഇല്ല, സീനകത്തൊന്നുമില്ല. സീനൊക്കെ രണ്ട് സൂപ്പർ സ്റ്റാർസ് ഇങ്ങനെ തമാശ. പിന്നെ മറ്റേ ജയിലറിനകത്ത് പറഞ്ഞ പോലെ ജയിലിനകത്ത് ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ സ്പ്ലിറ്റ് സ്ക്രീനിൽ 3 പേര് സിഗരറ്റ് വലിക്കുന്ന ഒരു ഷോട്ട് ഉണ്ടല്ലോ. ഇവിടെ 3 പേര് ഉപേന്ദ്ര, രജനീകാന്ത്, അമീർ ഖാൻ, ഇവർ 3 പേര് കൂടെ ഒരു ബീഡിയുടെ തുമ്പത്തുനിന്ന് ഇങ്ങനെ ത്രീസം പോലെ ഒരു ബീഡി വലിക്കുന്ന ഒരു ഷോട്ടുണ്ട്. അതിന് തിയേറ്ററിൽ കൈയടി കിട്ടി. അതാണ് നമുക്ക്. കാരണം തിയേറ്ററിൽ ഇരുന്ന ആൾക്കാർ ഒരു വലിയ ഇൻ്റർവെല്ലോളം ആൾക്കാർ കൈയടിക്കുന്നില്ല. ഉപേന്ദ്രയുടെ ഇൻട്രോ സീനിൽ കൈയടി കിട്ടി സെക്കൻഡ് ഹാഫിൽ. പിന്നെ കൈയടിക്കുന്ന ക്ലൈമാക്സ് അമീർ ഖാൻ വരുമ്പോഴാണ്. അതിനുശേഷം കൈയടിക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞാൽ ഇവർ 3 പേര് ബീഡി വലിക്കുമ്പോൾ. ഇത്രേ ഉള്ളൂ. ഈ പടത്തിൽ മറ്റൊരു പോസിറ്റീവായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഫ്ലാഷ് ബാക്കിലെ ഡി-ഏജിങ് അതെനിക്ക് രസമായിട്ട് തോന്നി. പക്ഷെ അവിടെ ആ സീൻ ഒരു ഭയങ്കര കൊള്ളാലോ. കാരണം പുള്ളി പഴയ പടത്തിന്റെ വോയിസ് അല്ല, ആ വോയിസിനെ ആ മോഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഒരു സ്ഥലത്ത് എന്തോ നമ്മളിങ്ങനെ റേഡിയോ കേൾക്കുന്ന പോലെ. അതായത് ആക്ച്വലി ആ ഡി-ഏജിങ് ചെയ്ത സീക്വൻസിന് ഇവരൊരു പഴയ ഫിൽറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ പഴയ ഫിലിമിന്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി ഒരു പുറത്തൊരു ഫിൽറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. മനുഷ്യൻ സംസാരിക്കുന്ന തോന്നുന്നില്ല, റേഡിയോ കേൾക്കുന്ന പോലെ. നമ്മള് പണ്ട് പഴയ പടങ്ങൾ TV കാണുമ്പോൾ കേൾക്കുന്ന ഒരു ഓഡിയോ ഉണ്ടല്ലോ, പഴയ ആ ഒരു ഇങ്ങനെ ട്രിബിൾ കൂടിയ പോലത്തെ ഒരു അല്ലെ അങ്ങനല്ലേ സൗണ്ട്, വോക്കൽ ഭയങ്കര ഹൈ ആയിട്ട് നിൽക്കുന്ന പോലെ ഒട്ടും ബേസ് ഇല്ലാത്ത ഒരു വോയിസ് ആയിട്ട് ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാതെ ചേട്ടാ. അത് തമിഴ്നാട്ടിലുള്ള സാധനം. അവിടെ അത് 100% വർക്കാണ്. അവിടെ തിയേറ്ററിൽ അത് അവിടെ പടം കാണാൻ പോകുന്നവർക്ക് ആ ഒരൊറ്റ സീൻ കൊണ്ട് അവർ പൈസ വസൂൽ എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്ന ഒരു പരിപാടി. അവിടെയാണ് ഈ പവർ ഹൗസിന്റെ പ്ലേസ്മെന്റ് സോങ്. അതും നല്ല രസമായിരുന്നു. നമുക്കത് ഹൈ ആണോ എന്ന് ചോദിച്ചാൽ ഹൈ അല്ല, പക്ഷേ ഓക്കെ ഇതുകൊണ്ട് ഞാൻ സമാധാനപ്പെട്ടോളാം എന്ന് പറയുന്ന ഫീലായിരുന്നു എനിക്ക്. അവിടെ ആ പവർ ഹൗസിൻ്റെ മ്യൂസിക് അവിടെ വരുമ്പോഴത്തേക്കും ഒരു നല്ല അരങ്ങമതിലിട്ടുമേ ആ സാധനം വരുന്നത് ആ ഫ്ലാഷ് ബാക്കിൻ്റെ ആ അതൊരു സീക്വൻസ് എന്ന് പറയാൻ പറ്റില്ല, അതൊരു ഗ്ലിംസാണ് ശരിക്കും. ഇത് പറയുമ്പോൾ നമ്മൾ കുറച്ച് കൂടിപ്പോയെന്ന് പറയാൻ കുറച്ച് ലെങ്തി ആവും വീഡിയോ, വേറെ ഒന്നും കൊണ്ടല്ല. അത് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ തിയേറ്ററിൻ്റെ ഒരു എനർജി റെസ്പോൺസ് വെച്ചിട്ട് ഫാൻ ഷോ ഞങ്ങൾ 6 മണിക്ക് വെളുപ്പിനെ കണ്ടതാണ്. ഞങ്ങൾ ഇതിലും നല്ലൊരു ഫാൻ ഷോ ആയിരുന്നു റെട്രോയ്ക്ക്. അതെ അതെ അതെ, അതിന്റെ എനർജി റെസ്പോൺസ് തിയേറ്ററിൽ പോയി പടം കാണുന്നത് ആ ഒരു എനർജിക്ക് വേണ്ടി അതിന്റെ റെസ്പോൺസ് വെച്ചിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ പടം നമുക്ക് ഇത്രയും എൻജോയ് ചെയ്യാൻ പറ്റിയെങ്കിൽ ആ തിയേറ്ററിനകത്ത് ഇരുന്നത് കൊണ്ട് തന്നെ ഇത്രയും നമ്മുടെ ഫീലിംഗ് കിട്ടും. പക്ഷേ ഇത് നമ്മളൊരു ആവറേജ് പടത്തെ നമുക്കൊരു എബോ ആവറേജ് ഫീലിലേക്ക് എത്തിക്കാൻ ഒരു നല്ല തിയേറ്റർ ക്രൗഡിന് പറ്റും. അത് ഉണ്ട്. ഇത് ഞങ്ങൾ ഫാൻ ഷോ കാണാനാണ് ചെന്നത്. ഒന്നാലോചിക്കുക, ഫാൻ ഷോ. അപ്പം നമുക്കറിയാം ഞങ്ങൾ എന്തുകൊണ്ടാണ് ഫാൻ ഷോ കാണാൻ പോകുന്നതിനെ നമുക്കറിയാം. ഇത് ഫാൻ ഷോ കാണേണ്ട പടമാണ്. കാര്യം നമുക്ക് അങ്ങനെ കാണുമ്പോൾ ഈ പടത്തിനെ നമുക്ക് ഇതിലും ബെറ്റർ എൻജോയ് ചെയ്യും. കേരളത്തിൽ വെളുപ്പിന് 6 മണിക്ക് ഇത്ര ഹൗസ്ഫുൾ ആയിട്ടൊരു ഷോയ്ക്കകത്ത് ഉപേന്ദ്രയുടെ ഇൻട്രോ സീനിന് കൈയടി വീഴുവാണ്. പക്ഷെ ആ പടത്തിന് വേറെ എവിടെയും കൈയടി വീഴുന്നില്ലെങ്കിൽ അത് പ്രശ്നമാണ് പടം. കാര്യം നിങ്ങൾ ലോകേഷിൻ്റെ കണ്ട സിനിമകൾ വെച്ചിട്ട് എല്ലാ പടത്തിലും നിങ്ങൾ ആലോചിച്ച് നോക്കാൻ നിങ്ങൾക്ക് ഒരു സീൻ, അറ്റ്ലീസ്റ്റ് ഒരു സീൻ നിങ്ങൾക്ക് മെമ്മറബിൾ ആയിരിക്കും, തലയിലുണ്ടാവും.
ഈ സിനിമ കണ്ടു തീർന്ന ഈ സിനിമയ്ക്കകത്ത് ഒരു ഒറ്റ സീൻ പോലും നിങ്ങളുടെ തലയിൽ ഉണ്ടാകത്തില്ല. എനിക്ക് പടം കഴിഞ്ഞിട്ട് എൻ്റെ തലയിൽ മൊത്തം ഇങ്ങനെ ഭയങ്കര കുഴഞ്ഞു മറിഞ്ഞ കുറേ വിഷ്വൽസ് അത്രേ ഉള്ളൂ. എഡിറ്റിംഗ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്യൂസ്. പിന്നെ റൈറ്റിംഗ് എഡിറ്റിംഗ്. ഈ ഫിലോമിൻ രാജിനെ പറ്റി ഇവർ പറയുമ്പോൾ അല്ല ഈ പുള്ളിയുടെ ഇൻ്റർവ്യൂലൊക്കെ ഫിലോമിൻ രാജിനെ പറ്റി ഭയങ്കര അധികം അവിടെ പറയുന്നത്. നമ്മളും പുള്ളിയെ കഴിവിനെ പറ്റി കുറ്റം പറയല്ല, പക്ഷേ ഈ സിനിമയ്ക്ക് എന്തോ അത് ആ പേസിങ് കൊണ്ടുവരാൻ എഡിറ്റിങ് സാധിച്ചിട്ടില്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് നമുക്കത് എല്ലാ സീനിൻ്റെയും പേസിങ് സിമിലറാണ്. ഈ സീനിന് കുറച്ചുകൂടെ സമയം കൂടെ അങ്ങനെയല്ല, ഒരു വളരെ സിമിലർ. ഇങ്ങനെ നമ്മൾ എടുത്തു വെച്ച 5 ഷോട്ടാണ് ഒരു സീനിന് വേണ്ടി എടുത്തു വെച്ചെങ്കിൽ ഈ 5 ഷോട്ട് ഇങ്ങനെ സിമിലർ പേസിങ്ങിൽ ഇങ്ങനെ പെറുക്കി വെച്ചിട്ടുണ്ട്. ആ സീൻ സംഭവിക്കുന്നുണ്ട് നമ്മുടെ മുമ്പിൽ. ബട്ട് അതിനൊരു ഈ ഓർഡറിലല്ലോ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലല്ലോ ഇത് നമ്മുടെ മുമ്പിൽ വരേണ്ടതെന്നുള്ള ത്രൂ ഔട്ടൊരു സങ്കടമുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രഫി ചെയ്യുന്നത് നമ്മുടെ ഗിരീഷ് ഗംഗാധരനാണ്, മലയാളി. അദ്ദേഹം ഇപ്പോൾ 2ാമത്തെ തവണയാണ് ലോകേഷ് വർക്ക് ചെയ്യുന്നത്. വിക്രമാണ് ആദ്യം ചെയ്തത്. അപ്പോൾ അത് വിക്രത്തിൻ്റെ അതേ ഒരു ലൈറ്റിങ്ങും പാറ്റേണും കളേഴ്സൊക്കെ ഒരുപാട് ഭയങ്കര സിമിലർ. അത് ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ ഒരു ശ്രദ്ധിച്ചിരുന്നു. ഭയങ്കര സിമിലർ ഒരു ടൊണാലിറ്റി ഉണ്ട് ഇതിന് രണ്ടിനും. ഇത് ഒരേ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാലും അതെ നമുക്ക് വിശ്വസിക്കാം. അങ്ങനെയാണ് അത്. ഇത് ലോകേഷിൻ്റെ LCU ആണോ എന്ന് ചോദിച്ചാൽ വിഷ്വലി നമുക്ക് കണ്ടാൽ ഇത് ഭയങ്കര സിമിലർ ടോണാണല്ലോ എന്ന് തോന്നും. പക്ഷേ ആ ഒരു സ്റ്റൈൽ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിപ്പോൾ റിപ്പീറ്റ് ആയതുകൊണ്ടായിരിക്കും നമുക്ക് പ്രത്യേകിച്ച് എടുത്തൊന്നും തോന്നാതെ. പിന്നെ അണ്ടർവെൽമിംഗ് നമുക്കങ്ങനെ കാരണം ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഷോട്ടോ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. കാര്യം പടം ഇങ്ങനെ കുറച്ച് ഡൗൺ ആയതുകൊണ്ട് നമുക്കിങ്ങനെ എന്തെങ്കിലും നമ്മളിനെ കണ്ടുപോകട്ടെ എന്നുള്ള ലൈനിലായിപ്പോയി. ആക്ച്വലി ഈ വീഡിയോ എന്തെങ്കിലും ഒരു കാലത്ത് ലോകേഷ് കനകരാജിൻ്റെ അടുത്തേക്ക് ഈ വീഡിയോയോ നമ്മൾ പറഞ്ഞത് എപ്പോഴേലും എത്തുകയാണെങ്കിൽ, ലോകേഷ് കനകരാജ് അല്ല ഈ സിനിമയിൽ വർക്ക് ചെയ്ത് ആരാണെങ്കിലും എത്തുകയാണെങ്കിലും എനിക്കൊന്നേ പറയാനുള്ളൂ, ഐ ആം വെയിറ്റിംഗ്. അതായത് ലോകേഷിൻ്റെ അടുത്ത സിനിമയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. ഇല്ല, ഞാൻ വിശ്വാസം കൈവിടുന്നില്ല. നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ ഇതിലും കിടിലൊരു പടം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരാളാണ്. ഞാൻ വെയിറ്റിംഗ് ആണ് അടുത്ത ലൊക്കേഷൻ സിനിമയ്ക്ക് വേണ്ടി. 2 വർഷമല്ല 3 വർഷമാണെങ്കിലും ഞാൻ വെയിറ്റ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ്. നിങ്ങളും ഡിസപ്പോയിൻറ്റഡ് ആവും. അതെ, സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴോന്ന് കമന്റ്. നിങ്ങൾക്ക് ഒരുപാട് എതിരഭിപ്രായങ്ങളുള്ളവരുണ്ടാവും. നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായത്തെ നമ്മൾ മാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കമൻറ്റ് വന്ന് പറയൂ. ഞങ്ങൾ പറഞ്ഞതിനോട് വിപരീതമായിട്ട് സംസാരിക്കാനുള്ളവർക്ക് കാരണം ഈ ഒരുപാട് സിനിമയ്ക്ക് സംഭവിക്കുന്നില്ല. ഫസ്റ്റ് ഡേ ഭയങ്കര നെഗറ്റീവ് വന്നിട്ട് ഒരാൾ കാണുമ്പോൾ അത്രയും പ്രശ്നമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും ഈ സിനിമ ഉണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ കണ്ടു നോക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പടം ഭയങ്കര രസമായിട്ട് തോന്നാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ ലോകേഷിന്റെ സിനിമകൾ കണ്ട് ഫോളോ ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ച് ആ ബാഗേജ് കാണത്തില്ല. ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്യുന്നുള്ള ബാഗേജ് ഇല്ലെങ്കിൽ ഇതൊരു വാച്ചബിൾ രജനി പടമാണ്. നമ്മളിങ്ങനെ രജനി പടം കണ്ടേക്കാന്ന് പറഞ്ഞ് കയറുമ്പോഴത്തേക്കും ഇതൊരു വാച്ചബിൾ. അതെ, ഇത് കണ്ട് പറക്കാവുന്ന ഒരു പടം. നിങ്ങൾ ചുമ്മാ ഭയങ്കര കൂളായിട്ട് തിയേറ്ററിൽ പോയിരുന്നിട്ട് എടാ ഏത് പടം കാണും നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഇന്ന് ഈ പടം ഒന്ന് കണ്ടു നോക്കിയാലോ എന്ന് പറഞ്ഞ് പോയി അങ്ങനെ പോയി കാണാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പടമായിരിക്കും ഇതെന്ന് എനിക്ക് തോന്നുന്നു.